നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ സാധാരണ സ്കൂളുകളിലാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു ദിവസം നിങ്ങളെ മന്ത്രവാദിനികൾ മാത്രം പഠിക്കുന്ന ഒരു രഹസ്യ സ്കൂളിലേക്ക് കൊണ്ടുപോയാൽ എന്തായിരിക്കും സംഭവിക്കുക? മാജിക് എന്താണെന്ന് പോലും അറിയാത്ത ഒരു സാധാരണ പെൺകുട്ടിക്ക് ഇത്തരം ഒരു സ്കൂളിൽ പഠിക്കാനുള്ള അവസരം കിട്ടി. എന്നാൽ അവിടെ അവളെ കാത്തിരുന്നത് മായാജാലം നിറഞ്ഞ ഒരുപാട് രഹസ്യങ്ങളായിരുന്നു. 2017 പുറത്തിറങ്ങിയ ദ വേസ്റ്റ് വിച്ച് എന്ന ഫാന്റസി സീരീസ് ആണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത്. 13 എപ്പിസോഡുള്ള ഈ ഒരു സീരീസ് ഒറ്റ എപ്പിസോഡാക്കിയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി നേരെ കഥയിലേക്ക് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയാണ്. ഇവളുടെ പേരാണ് മിൽഡ്രഡ്. ഇവളാണ് നമ്മുടെ കഥയിലെ നായിക. ഒരു ദിവസം അവൾ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആകാശത്ത് ആരോ മാന്ത്രിക ചൂലിൽ പറന്നു പോകുന്നത് അവൾ കാണുന്നത്. അത് കണ്ട് ഷോക്കായ നായിക പുറത്തേക്ക് ഓടി വന്ന് നോക്കിയപ്പോഴുക ഒരാളല്ല നിരവധി പേർ മാന്ത്രിക ചൂലിൽ ആകാശത്ത് പറക്കുന്നു. അതിനിടയിൽ ഒരു ചെറിയ പെൺകുട്ടി ചൂലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് നേരെ നായികയുടെ വീടിന്റെ ബാൽക്കണിയിൽ വന്നു വീണു. ഇവളുടെ പേര് മോ എന്നാണ്. വീഴുന്നതിനിടയിൽ അവളുടെ കണ്ണാടി എവിടേക്കോ തെറിച്ചുപോയി. അതുകൊണ്ട് തന്നെ അവൾക്ക് വ്യക്തമായി ഒന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് മോ നായികയോട് പറയുന്നത്, ഞാൻ മന്ത്രവാദിനികൾക്ക് മാജിക് പഠിപ്പിക്കുന്ന കാക്കിൾസ് അക്കാഡമിയിലേക്ക് പോവുകയാണ്. ഇന്നാണ് ആ അക്കാഡമിയിലെ എൻട്രൻസ് എക്സാം. ഇപ്പോൾ തന്നെ ഞാൻ ഒരുപാട് ലേറ്റായി. എന്റെ കണ്ണാടി ഇല്ലാതെ എനിക്ക് പോകാനും പറ്റില്ല. ഇത് കേട്ടത് നായിക പറഞ്ഞു, നീ പേടിക്കണം, ഞാൻ നിന്നെ സഹായിക്കാം. അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്ന് മോയുടെ കണ്ണട തിരഞ്ഞ് കണ്ടുപിടിച്ചു. അപ്പോഴാണ് നായിക ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെയുള്ള സാധാരണ ആളുകൾക്ക് നായികയെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. മോയെ ആർക്കും കാണാൻ കഴിയുന്നില്ല. പിന്നീട് കാണിക്കുന്നത് കാക്കിൾസ് അക്കാഡമിയാണ്. വർഷങ്ങളായി ഈ സ്കൂളിൽ പഠിച്ച് ഒരുപാട് പേർ ശക്തരായ മന്ത്രവാദിനികളായിട്ടുണ്ട്. സ്കൂളിൽ വന്ന പുതിയ കുട്ടികളൊക്കെ മാന്ത്രിക ചൂലിൽ പറന്ന് പലതരത്തിലുള്ള മാജിക്ക് കാണിക്കുവാണ്. അപ്പോഴാണ് മോയ് നായികയെ വിളിച്ചുകൊണ്ട് ഒരേ ചൂലിൽ ആ അക്കാഡമിയിലേക്ക് പറന്നു വരുന്നത്. പെട്ടെന്ന് അവളുടെ ചൂലിന്റെ കൺട്രോൾ പോയി. രണ്ടുപേരും കൂടി നേരെ ചെന്ന് അവിടെയുള്ള ഒരു കുളത്തിൽ വീണു. കുളത്തിൽ നിന്ന് നനഞ്ഞു കുളിച്ച് രണ്ടുപേരും കരയിലേക്ക് കയറി വന്നപ്പോഴാണ് സ്കൂളിലെ പ്രധാന അധ്യാപികയായ മിസ് ഹാർഡ് അങ്ങോട്ടേക്ക് വരുന്നത്. ആ ടീച്ചർ അവരുടെ മാജിക് ഉപയോഗിച്ച് അവരുടെ ഡ്രസ്സിലെ മുഴുവൻ നനവും ഒറ്റ നിമിഷം കൊണ്ട് മാറ്റിയെടുത്തു. എന്നിട്ട് അവരൊരു മന്ത്രം ചൊല്ലിയതും രണ്ടുപേരെ സ്കൂളിലേക്ക് കടത്തിവിട്ടു. എന്നാൽ നമ്മുടെ നായിക ഇതുവരെ മാജിക്കിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് അവിടെ അക്കാഡമിയിൽ നടക്കുന്ന മായാജാലങ്ങളൊക്കെ കണ്ട് അവളാകെ ഷോക്കായി നിൽക്കുവാണ്. അവിടെ വെച്ചാണ് അവൾ ഒരു ടീച്ചറിനെ കാണുന്നത്. അവരുടെ പേരാണ് കാക്കിൾ. ഈ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററും ഇവര് തന്നെയാണ്. അന്നത്തെ ദിവസം എൻട്രൻസ് പരീക്ഷയ്ക്കായി ഒരുപാട് കുട്ടികൾ അക്കാഡമിയിലേക്ക് വന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും സ്കൂളിൽ പഠിക്കുന്ന ഒരു സീനിയർ വിദ്യാർത്ഥി കൂട്ടിക്കൊണ്ടുപോയി. അവളുടെ പേരാണ് യസ്മെൽഡ. ഈ വർഷം അവളുടെ ഇളയ സഹോദരിയും എൻട്രൻസ് എക്സാം എഴുതാനായി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവളുടെ പേരാണ് യദേൽ. പക്ഷെ യദേൽ ഭയങ്കര അഹങ്കാരിയാണ്. താനാണ് ലോകത്തിലെ ഏറ്റവും വലിയ മന്ത്രവാദിനി ആകേണ്ടത്, ബാക്കിയുള്ളവരെല്ലാം തന്നെ താഴെയായിരിക്കണം എന്നൊരു ചിന്താഗതിയാണ് അവൾക്കുള്ളത്. എന്നാൽ ഈ സ്കൂളിലെ മന്ത്രവാദിനികളെയൊന്നും സാധാരണ മനുഷ്യർക്ക് കാണാൻ കഴിയില്ല. പക്ഷെ നായികയ്ക്ക് മാത്രം എല്ലാവരെയും കാണാൻ പറ്റുന്നു. ഇത് മനസ്സിലാക്കിയ മോ നായികയോട് പറഞ്ഞു, നിന്റെ കുടുംബത്തിൽ ആരൊരാൾ മന്ത്രവാദിനിയാണ്, അവരുടെ രക്തം നിന്റെ ഉള്ളിലുണ്ടാകും. അതുകൊണ്ട് നീയും ഈ എൻട്രൻസ് എക്സാം എഴുതണം. എന്നാൽ ഇവർ സംസാരിച്ച എല്ലാ കാര്യങ്ങളും യദേൽ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതിനോടകം തന്നെ നായികയ്ക്ക് ആ അക്കാഡമി ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ അവളും എൻട്രൻസ് എക്സാം എഴുതാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ചോദ്യപേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ അവളാകെ പെട്ടുപോയി. കാരണം അതിലുള്ള ചോദ്യങ്ങളെല്ലാം മാജിക്കിനെ കുറിച്ചായിരുന്നു. നായികയ്ക്ക് മാജിക്കിനെ കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ട് ഒരു ചോദ്യത്തിനും അവൾക്ക് ആൻസർ എഴുതാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ എക്സാം ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്തതായി നടക്കാൻ പോകുന്നത് പ്രാക്ടിക്കൽ എക്സാം ആണ്. പ്രാക്ടിക്കൽ എക്സാമിന് ഓരോ സ്റ്റുഡൻസും മാന്ത്രിക ബുക്കിലുള്ള ഒരു മാജിക് തിരഞ്ഞെടുത്ത് അതിനുള്ള സ്പെല്ല് തയ്യാറാക്കണം. അങ്ങനെ നായിക സെലക്ട് ചെയ്തത് പറക്കാനുള്ള സ്പെല്ലായിരുന്നു. എന്നാൽ ഇവിടെ യദേൽ തിരഞ്ഞെടുത്തത് ഡ്രാഗനായി രൂപം മാറുന്ന ഒരു മന്ത്രമായിരുന്നു. അങ്ങനെ എല്ലാവരും അവരുടെ സ്പെൽ തയ്യാറാക്കാൻ തുടങ്ങി. നായിക ആ ബുക്കിൽ പറഞ്ഞതുപോലെ എല്ലാം കറക്റ്റ് ചെയ്യുകയാണ്. പക്ഷേ ആ മന്ത്രത്തിന് ആവശ്യമായ ഒരു പ്രധാന സാധനം മാത്രം അവളുടെ കയ്യിലില്ല. പക്ഷെ ആ സാധനം യദേലിന്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നായിക യദേൽ അറിയാതെ അതെടുത്ത് ഉപയോഗിച്ച് അവളുടെ സ്പെല്ല് ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് അവൾ ആ സ്പെല്ല് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ശരിക്കും അവൾക്ക് പറക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് മിസ് ഹാർഡ് എല്ലാ സ്റ്റുഡൻസിനോടും അവരുണ്ടാക്കിയ സ്പെല്ല് കാണിക്കാൻ പറയുന്നു. ആദ്യം യദേൽ മുന്നോട്ട് വന്നു. അവളുടെ ലക്ഷ്യം ഒരു ഡ്രാഗണായി മാറുക എന്നുള്ളതായിരുന്നു. പക്ഷെ നായിക അവളുടെ ആ സാധനം എടുത്ത് യൂസ് ചെയ്തത് കൊണ്ട് സ്പെല്ല് ഉണ്ടാക്കുന്നത് അവൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അവൾ ആ മന്ത്രം ഉപയോഗിച്ച ഉടനെ തന്നെ ഡ്രാഗണായി മാറുന്നതിന് പകരം അവൾ ഒരു മണ്ണിരയായി മാറിപ്പോയി. ഇത് കണ്ട അവളുടെ ടീച്ചർ മാജിക് ഉപയോഗിച്ച് വീണ്ടും അവളെ പഴയ രൂപത്തിലാക്കി. സ്പെല്ല് ശരിയായി ഉണ്ടാക്കിയില്ല എന്നുള്ള കാരണം കൊണ്ട് യദേലിനെ എൻട്രൻസ് എക്സാമിൽ നിന്നും പരാജയപ്പെടുത്താനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്.
എന്നാൽ ഇതെല്ലാം കണ്ട നായികയ്ക്ക് ആകെ കുറ്റബോധം തോന്നി. എദേലിന്റെ സ്പെല്ല് പ്രവർത്തിക്കാതിരുന്നത് അവൾ കാരണമാണെന്ന് അവൾ എല്ലാവരുടെ മുന്നിൽ തുറന്നു സമ്മതിച്ചു. എന്നാൽ ഇതറിഞ്ഞ എദേലിനാകെ ദേഷ്യം വന്നു. നായിക ഒരു മന്ത്രവാദി കുടുംബത്തിലുള്ളതല്ലെന്നും അവൾ ഒരു സാധാരണ പെൺകുട്ടിയാണെന്നും അവിടെയുള്ള എല്ലാവരോടും എദേൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നാൽ ഇതറിഞ്ഞതും മിസ് ഹാർഡിന് ആകെ ദേഷ്യം വന്നു. നായികയോട് എത്രയും പെട്ടെന്ന് അക്കാഡമി വിട്ട് പുറത്തേക്ക് പോകാൻ പറഞ്ഞു. ആകെ തകർന്നുപോയ നായിക സങ്കടപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ പോകുന്ന വഴിക്കാണ് അവൾ ആ കാഴ്ച കാണുന്നത്. അവരുടെ ഹെഡ് മാസ്റ്റർ കാക്കിളിന് ഒരു ഇരട്ട സഹോദരി ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് അഗാത്ത. അഗാത്ത ആരും കാണാതെ കിച്ചണിലുള്ള ഫുഡിൽ എന്തോ രഹസ്യമായി കലർത്തുന്നു. കാക്കിളും അഗാത്തയും ഇരട്ടകളായതിനാൽ രണ്ടുപേരും കാണാൻ ഒരുപോലെയാണ്. എന്നാൽ ഇതെല്ലാം കണ്ട നായിക ഉടനെ തന്നെ ടീച്ചറോട് ആ കാര്യം പറയാൻ ശ്രമിച്ചെങ്കിലും അവൾ സംസാരിക്കുന്നതിന് മുമ്പേ തന്നെ മാജിക് യൂസ് ചെയ്ത് ടീച്ചർ അവളെ സ്കൂളിന് പുറത്തേക്ക് അയച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ നായിക ആകെ ടെൻഷനായി ആ സ്കൂളിന് ചുറ്റും അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൾ ഉണ്ടാക്കിയ പറക്കാനുള്ള സ്പെല്ലിന്റെ കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ അവൾ ആ സ്പെല്ല് ഉപയോഗിച്ച് പതിയെ പറക്കാൻ തുടങ്ങി. എന്നാൽ ഇതേ സമയം സ്കൂളിനകത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പോകുവാണ്. അപ്പോഴാണ് നായിക സ്കൂളിനുള്ളിലേക്ക് പറന്നു വന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെ ഫുഡ് താഴേക്ക് തള്ളിയിടുന്നത്. എന്നിട്ട് അഗാത്ത ഫുഡിൽ എന്തോ കലർത്തിയിട്ടുണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട് അഗാത്ത അകത്തേക്ക് കയറി വന്ന് മാജിക് യൂസ് ചെയ്ത് ആക്രമിക്കാൻ തുടങ്ങി. എന്നാൽ കാക്കിൾസ് വളരെ ഈസിയായി അവളുടെ എല്ലാ ആക്രമണങ്ങളെയും തടഞ്ഞു. ഉടനെ തന്നെ അഗാത്ത നായികയെ പിടിച്ചു ബ്ലാക്ക് മെയിൽ ചെയ്ത് കാക്കിൾസിനെ ഒരു ഒച്ചയാക്കി മാറ്റി. മന്ത്രവാദിനികളുടെ നിയമമനുസരിച്ച് കാക്കിൾസിനെ ആരാണ് തോൽപ്പിക്കുന്നത് അവരായിരിക്കും പിന്നീട് ഈ സ്കൂൾ ഭരിക്കേണ്ടത്. ഇപ്പോൾ അഗാത്ത കാക്കിൾസിനെ തോൽപ്പിച്ചതുകൊണ്ട് സ്കൂളിന്റെ മുഴുവൻ അധികാരം അവളുടെ കൈകളിലായി. ഇതിനിടയിൽ നായിക ബുദ്ധിപരമായ ഒരു കാര്യം ചെയ്തു. അഗാത്ത ശ്രദ്ധിക്കാത്ത സമയം നോക്കി അവൾ ഫുഡിൽ കലർത്തിയ അതേ മരുന്നെടുത്ത് അഗാത്തയുടെ മേലൊഴിച്ചു. ഇപ്പോൾ അഗാത്തയാണല്ലോ സ്കൂളിന്റെ ഇൻചാർജ്. സ്കൂളിന്റെ നിയമമനുസരിച്ച് ഇൻചാർജിനെ ആക്രമിക്കാൻ ആർക്കും പാടില്ല. അതുകൊണ്ട് തന്നെ നായികയെ സഹായിക്കാൻ അവിടെ ഉണ്ടായിരുന്ന ആരും മുന്നോട്ട് വന്നില്ല. എന്നാൽ ആ മരുന്ന് അഗാത്തയുടെ ദേഹത്ത് വീണതും അവളൊരു അടിമയെ പോലെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, പറയൂ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു തരാം. എന്നാൽ ഇത് കണ്ടപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് അഗാത്ത ഫുഡിൽ കലർത്തിയത് മറ്റുള്ളവരുടെ മനസ്സ് നിയന്ത്രിക്കുന്ന ഒരു മരുന്നാണെന്ന്. നായിക മരുന്നിപ്പോൾ അഗാത്തയുടെ മേൽ ഒഴിച്ചതുകൊണ്ട് നായിക എന്തു പറഞ്ഞാലും അഗാത്ത അനുസരിക്കും. അതുകൊണ്ട് തന്നെ അവൾ അഗാത്തയോട് പറഞ്ഞു കാക്കിൾസിനെ വീണ്ടും മനുഷ്യരൂപത്തിലാക്കി മാറ്റാൻ. അത് കേട്ട അഗാത്ത മാജിക് യൂസ് ചെയ്ത് കാക്കിൾസിനെ വീണ്ടും മനുഷ്യരൂപത്തിലാക്കി. കാക്കിൾസ് പഴയ രൂപത്തിലായതുകൊണ്ട് തന്നെ സ്കൂളിന്റെ നിയന്ത്രണം വീണ്ടും അവളുടെ കൈകളിലായി. അങ്ങനെ എല്ലാ ടീച്ചേഴ്സും കൂടി ചേർന്ന് അഗാത്തയെ പരാജയപ്പെടുത്തി അവിടുത്തെ ജയിലിലടച്ചു. ഈ ഒരു സംഭവത്തിന് ശേഷം നായികയെ അവിടുത്തെ ടീച്ചേഴ്സിനെല്ലാം ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ അവർ മാജിക് യൂസ് ചെയ്ത് നായികയുടെ അമ്മയെ അവരുടെ വീട്ടിൽ നിന്നും നേരെ സ്കൂളിലേക്ക് കൊണ്ടുവന്നു. അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞുകൊടുത്ത് നായികയെ ഈ മാജിക് സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. ആദ്യമൊക്കെ അവളുടെ അമ്മ അതിനെ എതിർത്തെങ്കിലും അവസാനം അവരതിന് സമ്മതിച്ചു. അങ്ങനെ അതിനുശേഷം സ്കൂളിലേക്ക് പുതിയതായി വന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു വെൽക്കം പാർട്ടി അറേഞ്ച് ചെയ്തു. ആ പാർട്ടിയിൽ വെച്ച് പുതിയതായി ചേർന്ന ഓരോ സ്റ്റുഡൻസിനും ഒരു കറുത്ത പൂച്ചയെ നൽകി. അവരിവിടെ ഈ പഠനം പൂർത്തിയാക്കുന്നത് വരെ ആ പൂച്ചയെ നന്നായി നോക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അപ്പോഴാണ് നായിക അത് ശ്രദ്ധിക്കുന്നത്. അവിടെയുള്ള എല്ലാ കുട്ടികൾക്കും നൽകിയത് കറുത്ത പൂച്ചയാണ്. എന്നാൽ നായികയ്ക്ക് മാത്രം കിട്ടിയത് ഒരു ചാര നിറത്തിലുള്ള പൂച്ചയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആന്തരിക ചൂലിൽ എങ്ങനെ ശരിയായി പറക്കാമെന്ന് പഠിപ്പിക്കുന്ന ക്ലാസ് തുടങ്ങി. ഓരോ സ്റ്റുഡൻസും സ്വന്തം പൂച്ചയെ ചൂലിന്റെ പിന്നിലിരുത്തി കൺട്രോൾ പോകാതെ സ്മൂത്തായി പറക്കണം. അപ്പോഴേക്കും മെതയിൽ വളരെ മനോഹരമായി പറന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇംപ്രസ് ചെയ്തു. പക്ഷെ നായികയുടെ പൂച്ച പേടിച്ച് അവളുടെ ദേഹത്ത് ചാടിക്കയറി. അതോടെ അവളുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് നേരെ മോയയുടെ ചൂലിൽ കൊണ്ടുവന്നിടിച്ചു. അതോടെ നായിക മോയയെ രക്ഷിക്കുന്നതിനിടയിൽ എതേലിനെ കൊണ്ടുവന്നിടിച്ചു. അങ്ങനെ ആകാശത്ത് പറന്നുകൊണ്ടിരുന്ന എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിടിച്ച് നേരെ താഴേക്ക് വീണു. ഇത് കണ്ട മിസ് ഹാർഡ് ദേഷ്യത്തോടെ നായികയോട് പറഞ്ഞു, നിനക്ക് ഞാൻ ഒരാഴ്ച സമയം തരും. അതിനുള്ളിൽ നീ നിന്റെ പൂച്ചയെ നിന്റെ കൺട്രോളിലാക്കണം, അല്ലെങ്കിൽ ഉറപ്പായി നിന്നെ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ നായിക അവളുടെ പൂച്ചയ്ക്ക് എന്തൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടും അവള് പറയുന്നതൊന്നും പൂച്ച കേൾക്കുന്നില്ല. അപ്പോഴാണ് എതേൽ നായികയെ കാണാനായി വരുന്നത്. സോറി, ഞാൻ നിന്നെ സഹായിക്കാനാ വന്നത്. നമ്മൾ തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച അത്ര നല്ലതായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യമില്ലേ, നീ അങ്ങ് മറന്നേക്ക്. ഇത്തവണ എന്തായാലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞ് നായികയുടെ പൂച്ചയ്ക്ക് അവളെന്തോ കഴിക്കാൻ കൊടുത്തു. ഇനി നിന്റെ പൂച്ചയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്നും പറഞ്ഞ് എതേൽ അവിടുന്ന് പോയി. അങ്ങനെ അടുത്ത ദിവസം വീണ്ടും ആന്തരിക ചൂലിൽ പറക്കുന്ന ക്ലാസ് തുടങ്ങി. ഇത്തവണ നായിക കോൺഫിഡന്റോടെ പറക്കാൻ തുടങ്ങി. അവളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ ഇത്തവണ അവളുടെ പൂച്ച ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ചൂലിൽ അടങ്ങിയിരിക്കുവാണ്. പക്ഷെ ഇതേ സമയം ഇവിടെ മോയയുടെ പൂച്ചയാണ്
പ്രശ്നം ഉണ്ടാക്കിയത്. അത് കാരണം അവൾ കൺട്രോൾ ഇല്ലാതെ പറക്കാൻ തുടങ്ങി. എന്നാൽ ഇതെല്ലാം കണ്ടതും അവളുടെ ടീച്ചറിന് എന്തൊക്കെ ഡൗട്ട് തോന്നി. ടീച്ചർ അവളുടെ മാജിക് ഉപയോഗിച്ച് പരിശോധിച്ചപ്പോൾ മോയുടെ പൂച്ച നായികയുടെ പൂച്ചയായും നായികയുടെ പൂച്ച മോയുടെ പൂച്ചയായും മാറിയെന്ന് അവർക്ക് മനസ്സിലായി. അത് കണ്ട എല്ലാവരും വിചാരിച്ചത് നായിക മാജിക് യൂസ് ചെയ്ത് മോയെ ചതിച്ചതാണെന്നാണ്. പക്ഷെ മോ മാത്രം അത് വിശ്വസിച്ചില്ല. കാരണം അവളുടെ കൂട്ടുകാരി അവൾക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. ഉടനെ തന്നെ മിസ് ഹാർബ് നായികയോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നിന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇവിടുന്ന് പോകാൻ റെഡി ആയിക്കോ. അത്രയും പറഞ്ഞ് അവളെ മുറിയിലേക്ക് പറഞ്ഞയച്ചു. എന്നാൽ ഇതെല്ലാം എദേലിന്റെ പ്ലാനായിരുന്നു. നായികയെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയാണ് അവൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. അപ്പോഴാണ് നായികയ്ക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. എദേൽ അവളുടെ മുറിയിലേക്ക് വന്ന് അവളുടെ പൂച്ചയ്ക്ക് എന്തോ കഴിക്കാനായി കൊടുത്തിരുന്നില്ലേ, അതുകൊണ്ട് എദേലാണോ ഇത് ചെയ്തതെന്ന് നായികയ്ക്കും മോയ്ക്കും ചെറിയൊരു ഡൗട്ട് തോന്നി തുടങ്ങി. അതുകൊണ്ട് തന്നെ അന്ന് രാത്രിയായതും ആരും അറിയാതെ അവർ എദേലിന്റെ മുറിയിലേക്ക് പോയി. എന്നിട്ട് അവൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന അവളുടെ പൂച്ചയ്ക്ക് കൊടുത്ത ആ ഒരു സാധനം എടുത്തോണ്ട് വന്ന് അവരൊന്ന് പരീക്ഷിച്ചു നോക്കി. അപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ആ കാര്യം നടക്കുന്നത്. മോയുടെ ആത്മാവ് നായികയുടെ ശരീരത്തിലേക്കും നായികയുടെ ആത്മാവ് മോയുടെ ശരീരത്തിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ആകെ ടെൻഷനായി രണ്ടുപേരും രാവിലെ ടീച്ചറിന്റെ അടുത്തേക്ക് ചെന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഉടനെ തന്നെ ടീച്ചർ എദേലിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. എന്നാൽ ഇതെല്ലാം കേട്ടതും എദേൽ പറഞ്ഞു, സത്യമായിട്ടും ഞാൻ നായികയെ സഹായിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവളുടെ എല്ലാ കുറ്റവും അവൾ മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചു. ഇത് കേട്ട ടീച്ചേഴ്സ് എല്ലാവരും അവളുടെ വാക്ക് വിശ്വസിച്ച് എദേലിന് പണിഷ്മെന്റ് ഒന്നും കൊടുക്കാതെ വെറുതെ വിട്ടയച്ചു. അങ്ങനെ ആ പ്രശ്നം അവിടെ അവസാനിച്ചെങ്കിലും നായികയുടെ പൂച്ചയെ കൺട്രോൾ ചെയ്യാൻ അവളെ കൊണ്ട് ഇപ്പോഴും കഴിയില്ലായിരുന്നു. അങ്ങനെ അവസാനം അവൾ ഒരു വഴി കണ്ടുപിടിച്ചു. പൂച്ചയെ ഒരു ബാഗിനുള്ളിൽ വെച്ച് ആ ബാഗ് ചൂലിന്റെ പിന്നിൽ കെട്ടിവെച്ച് അവൾ പറക്കാൻ തുടങ്ങി. ബാഗിനകത്ത് ഇരിക്കുന്നത് കൊണ്ട് പൂച്ചയ്ക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു പ്രശ്നവുമില്ലാതെ അവൾ പറക്കാൻ തുടങ്ങി. അങ്ങനെ തൊട്ടടുത്ത ദിവസമായതും ഫേമസ് ആയ ഒരു മന്ത്രവാദി കപ്പിൾസ് അവരുടെ മകളെ ആ സ്കൂളിൽ ചേർക്കാനായി വന്നു. അവരുടെ മകളുടെ പേരാണ് എനിറ്റ്. അവളുടെ പേരൻസിനെ പോലെ തന്നെ എനിഡിനും അസാധാരണമായ മാജിക് കഴിവുണ്ട്. ഇത് മനസ്സിലാക്കിയ എദേൽ തീരുമാനിച്ചു എങ്ങനെങ്കിലും ഇവളുമായി കൂട്ടുകൂടണമെന്ന്. അതുകൊണ്ട് തന്നെ അവൾ നേരെ എനിഡിന്റെ അടുത്തേക്ക് പോയി സംസാരിക്കാനായി ശ്രമിച്ചു. പക്ഷെ എന്നിട്ട് അവളെ കാര്യമായി ശ്രദ്ധിച്ചില്ല. അതുമാത്രവുമല്ല, അവൾ കൂടുതൽ ക്ലോസ് ആയത് നായികയുടെ കൂടെയായിരുന്നു. ഇത് കണ്ട എദേലിന് നായികയോടുള്ള അസൂയയും ദേഷ്യവും വീണ്ടും കൂടി. ഇവിടെ സ്കൂളിൽ സ്റ്റുഡൻസ് തമ്മിൽ പരസ്പരം സംസാരിക്കാൻ സ്ലേറ്റ് പോലൊരു മാന്ത്രിക ഉപകരണം യൂസ് ചെയ്യും. എദേൽ മോയ അറിയാതെ അവളുടെ സ്ലേറ്റ് എടുത്തിട്ട് സ്വന്തം സ്ലേറ്റ് അവിടെ വെച്ചു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് മോയ സ്ലേറ്റ് എടുത്ത് എനിക്ക് നിന്റെ സഹായം വേണമെന്ന് നായികയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു. പക്ഷെ അത് യഥാർത്ഥത്തിൽ എദേലിന്റെ സ്ലേറ്റ് ആണല്ലോ. അതുകൊണ്ട് നായിക വിചാരിച്ചത് എദേലാണ് ആ മെസ്സേജ് അയച്ചത്. അതുകൊണ്ട് അവൾ ഉടനെ തന്നെ എനിക്ക് പറ്റില്ല, ഞാനിപ്പോൾ വളരെ ബിസിയാണെന്ന് ഒരു റിപ്ലൈ അയച്ചു. എന്നാൽ ഇത് കണ്ടത് മോയൊക്കെ തകർന്നുപോയി. ഇവൾക്ക് ഇത് എന്താ പറ്റിയേ, പെട്ടെന്ന് ഇവളെന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ഓർത്ത് അവൾ ആകെ ടെൻഷൻ ആവാൻ തുടങ്ങി. അപ്പോഴാണ് എനിഡ് അവൾ വളർത്തുന്ന ഒരു കുഞ്ഞു ജീവിയും കൊണ്ട് നായികയുടെ മുറിയിലേക്ക് വരുന്നത്. അത് കണ്ടത് നായിക ചോദിച്ചു, സ്കൂളിൽ ആരെങ്കിലും അറിഞ്ഞാൽ ഇത് പ്രശ്നമാകില്ലേ? കാരണം പൂച്ചയെ ഒഴിച്ച് മറ്റൊരു മൃഗവും ഇവിടെ വളർത്താൻ പാടില്ലെന്ന് ഒരു റൂളില്ലേ? എന്നാൽ ഇതെല്ലാം കേട്ട എനിഡ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ പഠിച്ചിരുന്ന പഴയ സ്കൂളിൽ ഇതുപോലെ ഒരുപാട് റൂൾസ് ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. ആരും ഇതൊന്നും കണ്ടുപിടിക്കില്ലെന്ന് അവൾ കോൺഫിഡന്റോടെ മറുപടി പറഞ്ഞു. എന്നാൽ ഇതേ സമയം ഇവിടെ എദേൽ വന്ന് മോയോട് പറഞ്ഞു, എന്തു പറ്റി, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് നിന്നെ അവോയ്ഡ് ചെയ്യുന്നത് പോലെ നിനക്ക് തോന്നുന്നു? എന്തായാലും അവൾ നിന്നെ ഇനി ശ്രദ്ധിക്കില്ല, കാരണം അവൾക്ക് പുതിയൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടി. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവൾ മോയെ ദേഷ്യം പിടിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ ഇതേ സമയം എനിഡിന്റെ പെറ്റായ കുട്ടിക്കുരങ്ങ് ജനൽ വഴി പുറത്തേക്ക് ഓടിപ്പോയി. ആരെങ്കിലും കണ്ടാൽ വലിയ പ്രശ്നമാകും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കത് കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി പുറത്തേക്ക് പോകാനായി ഇറങ്ങുമ്പോഴാണ് പെട്ടെന്ന് മോയ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ കുരങ്ങ് പുറത്തേക്ക് പോയ ടെൻഷനിൽ നിൽക്കുന്നത് കൊണ്ട് നായിക മോ വന്നത് വലിയ കാര്യമാക്കിയില്ല. ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ നിന്നെ വന്ന് കാണാമെന്നും പറഞ്ഞ് നായിക എനിഡിനെയും കൂട്ടി നേരെ പുറത്തേക്ക് പോയി. എന്നാൽ ഇതെല്ലാം കണ്ട മോ വിശ്വസിച്ചു എദേല് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന്. എന്നാൽ ഇവിടെ ആ കാണാതെ പോയ കുട്ടിക്കുരങ്ങ് നേരെ ചെന്നത് ഹെഡ് മിസ്ട്രസ് കാക്കിളിന്റെ മുറിയിലേക്കായിരുന്നു. ഒരു കുരങ്ങിനെ കണ്ടതും കാക്കിൾസ് അവളുടെ മാജിക് യൂസ് ചെയ്ത് അതിനെ ഒരു മുറിയിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു. എന്നാൽ ഇവിടെ എദേൽ കാര്യങ്ങളെല്ലാം അവൾ വിചാരിച്ച പോലെ നടക്കുന്നു എന്ന് മനസ്സിലായതും മോയുടെ സ്ലേറ്റ് ഇപ്പോൾ അവളുടെ കയ്യിലാണല്ലോ. ആ സ്ലേറ്റ് എടുത്ത് അവൾ നായികയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു, ഇനി നിന്റെ കൂടെ ഫ്രണ്ടായി നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് എന്നോട് ഇനി സംസാരിക്കാൻ വരരുത് എന്നായിരുന്നു ആ മെസ്സേജ്. എന്നാൽ ഈ മെസ്സേജ് കണ്ട നായിക ആകെ തകർന്നുപോയി. അത് കണ്ട എനിഡ് അവളെ സമാധാനിപ്പിച്ചു. അപ്പോഴേക്കും മോയവിടെ എദേലിന്റെ കൂടെ കൂടി അവളുമായി ഫ്രണ്ട്സായി. അങ്ങനെ തൊട്ടടുത്ത ദിവസമായതും ക്ലാസ്സിലുള്ള എല്ലാവരും ലാഫിംഗ് സ്പെല്ലായിരുന്നു തയ്യാറാക്കേണ്ടത്. എല്ലാവരും രണ്ടുപേരടങ്ങുന്ന ഒരു ടീമായി
തവളയായി മാറി ആ സ്പെല്ല് ഉണ്ടാക്കാനായി തുടങ്ങി. എന്നാൽ നായികയും മെനിഡും ചേർന്ന് ഉണ്ടാക്കിയ ആ സ്പെല്ലിന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ലാഫിംഗ് സ്പെൽ ഉണ്ടാക്കുന്നതിന് പകരം അവര് അറിയാതെ ഉണ്ടാക്കിയത് അദൃശ്യമാകുന്ന ഒരു സ്പെല്ലായിരുന്നു. അന്ന് രാത്രിയായപ്പോഴാണ് എനിഡിന് ഒരു ഐഡിയ തോന്നുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അദൃശ്യമാകുന്ന സ്പെല്ലില്ലേ, ആ സ്പെല്ല് യൂസ് ചെയ്തു പോയാൽ നമ്മളെ ആരും കാണില്ല. അങ്ങനെ പോയി നമുക്ക് ആ കുരങ്ങിനെ രക്ഷിക്കാം. എന്നാൽ ഇവിടെ നായികയുടെ മനസ്സ് നിറയെ മാത്രമായിരുന്നു. അവൾ ഇന്നത്തെ ദിവസം ഇതുവരെ സംസാരിക്കാത്തത് കൊണ്ട് നായിക ആകെ സങ്കടപ്പെട്ടിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ അവൾ അവളുടെ സ്ലേറ്റ് എടുത്ത് മോയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു. ആദ്യം അവൾ കുറെ സോറിയൊക്കെ പറഞ്ഞിട്ട് അവൾ ആ കുരങ്ങിനെ രക്ഷിക്കാൻ പോകുന്ന മുഴുവൻ പ്ലാനും മെസ്സേജ് അയച്ചു. പക്ഷേ മോയുടെ സ്ലേറ്റ് ഇപ്പോൾ എതേലിന്റെ കയ്യിലാണല്ലോ. അതുകൊണ്ട് നായികയുടെ പ്ലാൻ എല്ലാം എതേൽ അറിഞ്ഞു. അങ്ങനെ അന്ന് രാത്രിയായതും നായികയും എന്നിടും അദൃശ്യമാകുന്ന ആ സ്പെല്ല് യൂസ് ചെയ്ത് നേരെ കാക്കിൾസിന്റെ മുറിയിലേക്ക് എത്തി ആ കുരങ്ങിനെ അവിടെയെല്ലാം തിരയാൻ തുടങ്ങി. അങ്ങനെ കുറെ നേരത്തെ അന്വേഷണത്തിന് ശേഷം അവർ ആ കുരങ്ങിനെ കണ്ടുപിടിച്ചു. പക്ഷെ അവരുടെ കഷ്ടകാലം എന്ന് പറയട്ടെ, അദൃശ്യമാകുന്ന ആ സ്പെല്ലിന്റെ പവർ കുറഞ്ഞ് രണ്ടുപേരും വീണ്ടും പഴയ പോലെയായി. അവർ രക്ഷപ്പെടാനൊക്കെ കുറെ ട്രൈ ചെയ്തെങ്കിലും ഡോറിന്റെ ലോക്ക് തുറക്കാൻ പോലും അവരെ കൊണ്ട് കഴിഞ്ഞില്ല. നമ്മളാകെ പെട്ടല്ലോ, ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് രണ്ടുപേരും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. എന്നാൽ ഏതായാലും കൂടെ നടന്നിരുന്ന അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ആ പെൺകുട്ടി മോയോട് ചെന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് മനസ്സിലാക്കിയ മോ ഉടനെ തന്നെ ഹെഡ് മിസ്ട്രസിന്റെ മുറിയിലേക്ക് വന്ന് ഡോറ് തുറന്ന് നായികയും എന്നിടിനെയും രക്ഷിച്ചു. എന്നാൽ ഇതേ സമയം ഏതേൽ ടീച്ചറിനെ വിളിച്ചുകൊണ്ട് ആ മുറിയിലേക്ക് ഒന്ന് നോക്കിയപ്പോൾ അവിടെയെങ്ങും ആരും കാണുന്നില്ല. ഇനി മേലാൽ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് വരരുതെന്നും പറഞ്ഞ് ടീച്ചർ അവിടുന്ന് പോയി. എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷം നായികയും മോയും വീണ്ടും ഒന്നിക്കുകയും അവര് വീണ്ടും പഴയ പോലെ ഫ്രണ്ട്സ് ആവുകയും ചെയ്തു. അങ്ങനെ തൊട്ടടുത്ത ദിവസമായതും ക്ലാസ്സിൽ സ്റ്റുഡൻസിനെ എല്ലാവരെയും രൂപം മാറാനുള്ള മാജിക്ക് പഠിപ്പിക്കുവാണ്. ടീച്ചർ നായികയോട് എതേലിന്റെ കയ്യിലിരിക്കുന്ന ആ എലിയെ ഒരു തവളയാക്കി മാറ്റാൻ പറഞ്ഞു. എന്നാൽ നായിക മന്ത്രം ചൊല്ലിയതും എലിയെ തവളയാക്കുന്നതിന് പകരം എതേലിനെ തന്നെ ഒരു പന്നിയാക്കി മാറ്റി. ഇത് കണ്ട ടീച്ചർ അവളോട് ദേഷ്യപ്പെട്ട് റിവേഴ്സ് സ്പെൽ ഉപയോഗിച്ച് വീണ്ടും അവളെ മനുഷ്യനാക്കി മാറ്റാൻ പറഞ്ഞു. അങ്ങനെ നായിക റിവേഴ്സ് സ്പെൽ ഉപയോഗിച്ച് എതേലിനെ വീണ്ടും മനുഷ്യനാക്കി മാറ്റി. പക്ഷേ ഇപ്പോൾ അവളുടെ മൂക്ക് മാത്രം പന്നിയുടെ മൂക്ക് പോലെയായിരുന്നു. അത് കണ്ടതും ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും അവളെ നോക്കി കളിയൊക്കെ ചിരിക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട ടീച്ചർ നായികയോട് പറഞ്ഞു, ഇന്ന് 2 മണി വരെ സമയമുണ്ട്. അതിനുള്ളിൽ നീ മാജിക്ക് നന്നായി പഠിച്ച് ഈ എലിയെ തവളയാക്കി മാറ്റി കാണിക്കണം. ഇല്ലെങ്കിൽ ഉറപ്പായും നിന്നെ ഞാൻ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കും. ഇത് കേട്ട നായിക ആകെ ടെൻഷനായി നേരെ അവളുടെ മുറിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് എതേലിന്റെ ഫ്രണ്ടായ ആ പെൺകുട്ടി വന്ന് ഒരു കള്ളം പറഞ്ഞ് അവളെ മറ്റൊരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ നായിക അവിടെ എത്തിയതും എതേൽ അവളുടെ മാജിക് ഉപയോഗിച്ച് നായികയെ ഒരു തവളയാക്കി മാറ്റി. എന്നിട്ട് ആ തവളയെടുത്ത് അടുത്തുള്ള ഒരു കുളത്തിലേക്ക് എറിഞ്ഞിട്ട് അവൾ അവിടുന്ന് പോയി. എന്നിട്ട് നേരെ സ്കൂളിലേക്ക് ചെന്ന് നായിക ആരും കാണാതെ സ്കൂൾ വിട്ടു പോയെന്ന് ഒരു കള്ളക്കഥയും പറഞ്ഞുണ്ടാക്കി. എന്നാൽ ഈ കഥയൊന്നും മോ വിശ്വസിച്ചിരുന്നില്ല. അവൾക്ക് ഉറപ്പായിരുന്നു എതേൽ അവളെ എന്തോ ചെയ്തതാണെന്ന്. അതുകൊണ്ട് തന്നെ അവൾ എതേലിന്റെ കൂടെ നടക്കുന്ന ആ പെൺകുട്ടിയെ ഒരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ് വിളിച്ചോണ്ടുപോയി. എന്നിട്ട് അവളെ മാന്ത്രിക ചൂലിരുത്തി വളരെ ഉയരത്തിലേക്ക് പറപ്പിച്ച് അവളെ പേടിപ്പിക്കാൻ തുടങ്ങി. മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞോ, അവളെവിടെ, അവൾക്ക് എന്താ സംഭവിച്ചത്? സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ താഴേക്ക് തള്ളിയിട്ട് കൊല്ലും. ആകെ പേടിച്ചുപോയ ആ പെൺകുട്ടി നടന്ന കാര്യങ്ങളെല്ലാം മോയോട് പറഞ്ഞു. എന്നാൽ ഇതേ സമയം ഇവിടെ കുളത്തിൽ വീണ നായിക അതേ കുളത്തിൽ വെച്ച് മറ്റൊരു തവളെ കണ്ടുമുട്ടി. എന്നാൽ അത് വെറും ഒരു സാധാരണ തവളയായിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് ആരോ മാജിക് യൂസ് ചെയ്ത് ഇവനെ തവളയാക്കി മാറ്റിയതാണ്. അന്നു മുതൽ ഇത്രയും വർഷമായി അവൻ ഈ കുളത്തിൽ തന്നെയാണ് കഴിയുന്നത്. കാര്യങ്ങളെല്ലാം മനസ്സിലായ നായിക അവനെയും കൂട്ടി നേരെ സ്കൂളിനകത്തേക്ക് കയറിപ്പോയി. എന്നാൽ സ്കൂളിലുള്ള ഒരു ടീച്ചർ എന്തോ ഒരു മാജിക് പരീക്ഷിക്കാനായി തവളയുടെ കണ്ണ് വേണമായിരുന്നു. അപ്പോഴാണ് അവർ ഇവരെ കാണുന്നത്. ഉടനെ തന്നെ അവർ രണ്ടുപേരെയും പിടിച്ച് ഒരു ഗ്ലാസ് പെട്ടിക്കുള്ളിൽ അടച്ചു വെച്ചു. എന്നാൽ നായികയുടെ കൂടെ വന്ന ആ തവളയെ വർഷങ്ങൾക്ക് മുമ്പ് തവളയാക്കി മാറ്റിയതും ഇതേ ടീച്ചറായിരുന്നു. എന്നാൽ അപ്പോഴേക്കും മോജ് എന്ന ടീച്ചറിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ടീച്ചർ എതേലിനെയും പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തി. സത്യം പറ, നീ അവളെ എന്താ ചെയ്തത് എന്ന് ടീച്ചർ എതേലിനോട് ചോദിക്കുന്ന സമയത്താണ് അവിടെ ഇരുന്ന തവളയായി മാറിയ നായിക ഒരു തരം പ്രത്യേക സൗണ്ട് ഉണ്ടാക്കുന്നത്. എന്തോ ഒരു ഡൗട്ട് തോന്നിയതും എന്നിട്ട് ഉടനെ തന്നെ ആ തവള എടുത്തു നോക്കി. അതോടെ അവൾക്ക് മനസ്സിലായി ഇത് നായികയാണെന്ന്. കാര്യങ്ങളെല്ലാം മനസ്സിലായതും ടീച്ചർ എതേലിനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് റിവേഴ്സ് സ്പെൽ ഉപയോഗിച്ച് ഇവളെ തവളയാക്കി മാറ്റാൻ. അങ്ങനെ എതേൽ റിവേഴ്സ് സ്പെൽ യൂസ് ചെയ്ത് നായിക വീണ്ടും പഴയ രൂപത്തിലാക്കി. അങ്ങനെ നായിക കുളത്തിൽ വെച്ച് കണ്ടുമുട്ടിയ ആ തവളയെക്കുറിച്ചും അവനെ തവളയാക്കി മാറ്റിയ ആ ടീച്ചറിനെ കുറിച്ചുമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഉടനെ തന്നെ അവർ ആ ടീച്ചറിനെ പിടികൂടി മാജിക് യൂസ് ചെയ്ത് അവനെ വീണ്ടും പഴയ പോലെയാക്കാൻ പറഞ്ഞു. അങ്ങനെ അവനും വീണ്ടും അവന്റെ മനുഷ്യരൂപം തിരിച്ചു കിട്ടി. അപ്പോഴാണ് ടീച്ചേഴ്സ് നായികയോട് പറയുന്നത്, രാവിലെ നിന്നോട് ഞാൻ ആ എലിയെ തവളയാക്കി മാറ്റാൻ പറഞ്ഞായിരുന്നു. നീ ആ മാജിക്ക് പഠിച്ചോ? പഠിച്ചെങ്കിൽ ഇപ്പോൾ ഒന്ന് ചെയ്തു കാണിക്ക്. അങ്ങനെ നായിക മന്ത്രം
ചൊല്ലാൻ തുടങ്ങി. എന്നാൽ ഓരോ തവണ മന്ത്രം ചൊല്ലുമ്പോഴും പലതരത്തിലുള്ള വ്യത്യസ്ത ജീവികളായി മാറുകയാണ്. എങ്കിലും അവളുടെ ഈ കഠിന പരിശ്രമം കണ്ട ടീച്ചേഴ്സ് അവളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നില്ലെന്ന് തീരുമാനിച്ചു. അതുമാത്രമല്ല, എതേൽ ചെയ്ത കുറ്റത്തിന് അവൾക്കൊരു ശിക്ഷ കിട്ടി. ഒരാഴ്ച മുഴുവനും തവളയുടെ രൂപത്തിൽ കഴിയണമെന്നായിരുന്നു ആ ശിക്ഷ. അതുമാത്രവുമല്ല, മറ്റേ ടീച്ചറിനെ പിടികൂടി ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കേക്കൽസ് അക്കാഡമിയിലേക്ക് വിസാർഡ് യൂണിയനിൽ നിന്നും ഒരു ഫേമസ് ആയ വിസാർഡെത്തി. മന്ത്രവാദികൾ പഠിക്കുന്ന സ്കൂളിലെല്ലാം എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെന്ന് അന്വേഷിക്കാനായി അവരുടെ യൂണിയൻ പറഞ്ഞുവിടുന്ന ഒരു വലിയ ഉദ്യോഗസ്ഥനാണ് ഇയാൾ ഇപ്പോൾ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ അയാൾക്കൊരു പരാതി കിട്ടി. നായിക ഇതുവരെ സ്കൂളിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും അവൾക്ക് മാജിക്കൊന്നും അറിയില്ലെന്നും അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ സ്കൂളിൽ പഠിക്കാനുള്ള യോഗ്യതയില്ലെന്നും പറഞ്ഞ് ആരോ ഒരാൾ രഹസ്യമായി കത്തയച്ചു. അതിന്റെ പേരിലുള്ള അന്വേഷണത്തിനാണ് ഇയാൾ ഇപ്പോൾ വന്നേക്കുന്നത്. നായികയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കേക്കിൾസിനോട് അയാൾ ചോദിക്കാൻ തുടങ്ങി. എന്നാൽ ഇത് കേട്ട് കേക്കിൾസ് പറഞ്ഞു, അവൾ കഴിവില്ലാത്ത കുട്ടിയൊന്നുമല്ല, കുറച്ചുകൂടി സമയം കൊടുത്താൽ ഉറപ്പായും അവൾ അവളുടെ കഴിവ് തെളിയിക്കും. ഇത് കേട്ടതും ആ വിസാർഡ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ശരി, അവൾക്ക് വേണ്ടി ഞാനൊരു ടെസ്റ്റ് നടത്താം. ആ ടെസ്റ്റിലുള്ള അവളുടെ പെർഫോമൻസ് നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം അവൾ ഇവിടെ വേണോ വേണ്ടയോന്ന്. അങ്ങനെ നായികയുടെ ടെസ്റ്റ് നടക്കാൻ പോകുവാണ്. നായിക ആ വിസാർഡിന്റെ മുമ്പിൽ വെച്ച് പലതരം സ്പെല്ലുകൾ ഉപയോഗിക്കുകയും അത് വെച്ച് ഒരു മ്യൂസിക് തന്നെ ക്രിയേറ്റ് ചെയ്തു. തുടക്കത്തിലെല്ലാം നല്ല രീതിയിലാണ് പോയത്. പക്ഷെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അവളുടെ കൈവിട്ടു പോയി. നായിക ഉപയോഗിച്ച ആ സ്പെല്ലിന്റെ കൺട്രോൾ പോവുകയും ആ സ്പെല്ല് തെറിച്ച് വിസാർഡിന്റെ മേൽ വീഴുകയും ചെയ്തു. അതോടെ അയാൾക്കൊക്കെ ദേഷ്യം വന്നു. നായികയെ സ്കൂളിൽ നിന്ന് പുറത്താക്കാനും കേക്കിൾസിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും അയാൾ ഉത്തരവിട്ടു. ഇത് കണ്ട ടീച്ചർ ആ വിസാർഡിന്റെ അടുത്തേക്ക് പോയി കരഞ്ഞ് കാല് പിടിച്ച് അവർക്ക് ഒരു അവസരം കൂടി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ആ വിസാർഡും അതിന് സമ്മതിച്ചു. പക്ഷെ നമ്മൾ ആരും അറിയാത്ത വലിയൊരു ടെസ്റ്റാണ് ഇവിടെ നടക്കുന്നത്. ഇത്ര നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കേക്കൽസ് യഥാർത്ഥ കേക്കൽസ് അല്ല. യഥാർത്ഥത്തിൽ കേക്കൽസിന്റെ ഇരട്ട സഹോദരിയായ അഗാത്തയാണ് കേക്കൽസിന്റെ രൂപത്തിൽ ഇവിടെ കഴിയുന്നത്. കാരണം അഗാത്തയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഈ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ആകണമെന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് അവർ മാജിക് യൂസ് ചെയ്ത് യഥാർത്ഥ കേക്കിൾസിനെ മറ്റൊരിടത്ത് പൂട്ടിയിട്ടിട്ട് കേക്കിൾസിന്റെ രൂപത്തിൽ സ്കൂളിൽ കഴിയുന്നത്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും അവിടെയുള്ള ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. അങ്ങനെ അഗാത്ത ആ വിസാർഡിന്റെ അടുത്തേക്ക് പോയി സ്കൂളിൽ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെന്നും നിങ്ങളതിൽ ഉറപ്പായും പങ്കെടുക്കണമെന്നും പറഞ്ഞ് അയാളെ അങ്ങോട്ടേക്ക് വിളിച്ചോണ്ടുപോയി. അങ്ങനെ ഫെസ്റ്റിവൽ തുടങ്ങി. സ്കൂളിലുള്ള ഒരുപാട് കുട്ടികൾ മാജിക് ചൂലുകളിൽ പറന്ന് പലതരത്തിലുള്ള വിദ്യകൾ കാണിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അഗാത്ത നായികയുടെ അടുത്തേക്ക് ഒന്ന് സംസാരിച്ചിട്ട് അവിടുന്ന് പോകുന്നത്. പക്ഷെ അഗാത്ത സംസാരിക്കുന്ന രീതിയിൽ എന്തോ ഒരു വ്യത്യാസമുണ്ടെന്ന് നായികയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ മോയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ എന്തോ പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് നീ സ്കൂളിനകത്ത് പോയി ഒന്ന് പരിശോധിക്കുക. എന്നിട്ട് നായിക നേരെ ആ ഫെസ്റ്റിവൽ പങ്കെടുക്കാനായി പോയി. എന്നാൽ മോയാണെങ്കിൽ നേരെ സ്കൂളിനകത്തേക്ക് പോയി അവിടെയെല്ലാം അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം അവൾ ഒരു റൂം കണ്ടുപിടിച്ചു. ആ റൂമിനകത്താണ് കേക്കിൾസിനെ പൂട്ടിയിട്ടിരിക്കുന്നത്. പക്ഷെ ആ റൂമിന്റെ ഡോർ തുറക്കാൻ അവളെ കൊണ്ട് പറ്റുന്നില്ല. അഗാത്ത എന്തോ ഒരു മാജിക് യൂസ് ചെയ്താണ് ആ റൂം പൂട്ടിയിട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ മോ ജനലിലൂടെ നോക്കിയപ്പോൾ അവിടെ കേക്കിൾസ് മയങ്ങിക്കിടക്കുന്നത് അവൾ കണ്ടു. ഇത് കണ്ട മോ അവൾ പഠിച്ചിട്ടുള്ള എല്ലാ മാജിക്കും യൂസ് ചെയ്ത് കേക്കിൾസിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അവളുടെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം കേക്കിൾസ് എഴുന്നേറ്റു. ഇതേ സമയം അവിടെ ഫെസ്റ്റിവലിൽ എല്ലാവരും മാജിക് ചൂലുകളിൽ പറക്കുവാണ്. പക്ഷെ നായികയുടെ ചൂലിൽ അഗാത്ത എന്തോ ഒരു മാജിക് യൂസ് ചെയ്തിരുന്നത് കൊണ്ട് അവൾക്ക് അതിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു. ചൂൽ അവളെയും കൊണ്ട് ആകാശത്തേക്ക് പറക്കാനും പെട്ടെന്ന് തന്നെ താഴേക്ക് വീഴാനും തുടങ്ങി. കറക്റ്റ് സമയത്ത് എനിഡിസ് ചൂലിൽ പറന്നു വന്ന് അവളെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും എനിഡിസിന്റെ ചൂലും പൊട്ടിപ്പോയി. അതോടെ രണ്ടുപേരും കൺട്രോളില്ലാതെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് സമയത്താണ് കേക്കിൾസ് അവിടേക്ക് എത്തി മാജിക് യൂസ് ചെയ്ത് രണ്ടുപേരും രക്ഷിക്കുന്നത്. അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഇവിടെ നടന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നിൽ അഗാത്തയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അഗാത്തെ പിടികൂടി ആരും ഉപയോഗിക്കാത്ത ഒരു വീട്ടിൽ പൂട്ടിയിട്ടു. എന്നിട്ട് അവൾക്ക് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാതിരിക്കാനായി ആ വീടിന് ചുറ്റും ഒരു മാന്ത്രിക കവചമുണ്ടാക്കി. എന്നിട്ട് കേക്കിൾസ് വീണ്ടും അക്കാഡമിയുടെ കൺട്രോൾ വീണ്ടെടുത്തു. ഇതേ സമയം വിസാർഡ് യൂണിയനിൽ നിന്ന് വന്ന ആ ഉദ്യോഗസ്ഥനും ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിന് യാതൊരു പ്രശ്നവുമില്ലെന്ന് അയാൾ യൂണിയൻ റിപ്പോർട്ട് കൊടുത്തു. എന്നിട്ട് അയാൾ അവിടുന്ന് മടങ്ങി പോവുകയും ചെയ്തു. അങ്ങനെ കേക്കിൾസിനെ രക്ഷപ്പെടുത്തിയത് കൊണ്ടും സ്കൂളിലെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ പരിഹരിച്ചതുകൊണ്ടും നായിക സ്കൂളിൽ നല്ല രീതിയിൽ ഫേമസ് ആയി. പക്ഷേ എതേലിന് മാത്രം നായികയുടെ ദേഷ്യം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ നേരെ പോയി നായികയോട് പറഞ്ഞു, നീ എന്തൊക്കെ ചെയ്താലും ശരി, നീ ഒരു മന്ത്രവാദിനി കുടുംബത്തിലെ അല്ല, അതുകൊണ്ട് നിനക്കൊരിക്കലും ഞങ്ങളിൽ ഒരാളായി മാറാനും കഴിയില്ല. ഇത് കേട്ട് ദേഷ്യം വന്ന നായിക പറഞ്ഞു, നീ നോക്കിക്കോ, ഞാൻ കഴിവുള്ള ഒരു മന്ത്രവാദിനിയാണെന്ന് ഉറപ്പായും തെളിയിച്ചു കാണിക്കും. അത്രയും പറഞ്ഞ് അവൾ അവിടുന്ന് പോയി. പക്ഷേ അത് എങ്ങനെ തെളിയിച്ചു കാണിക്കുമെന്ന് നായികയ്ക്ക് യാതൊരു ഐഡിയയും ഇല്ല. അപ്പോഴാണ് എനിഡിസ് വന്ന് അവളോട് കാര്യം പറയുന്നത്, എനിക്കൊരു ഡാർക്ക് മാജിക് അറിയാം, അത് ആരുടെ മേൽ ഉപയോഗിച്ചാലും അവർക്ക് അസാധാരണ ബുദ്ധി
ബുദ്ധിയും ശക്തിയും കിട്ടും. പക്ഷേ അത് ബാൻ ചെയ്ത മാജിക് ആണ്. അത് യൂസ് ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ അത് വലിയൊരു കുഴപ്പത്തിലാകുമെന്നും എനിഡിസ് നായികയോട് പറഞ്ഞു. എന്നാൽ ഇത് കേട്ടത് നായിക പറഞ്ഞു, ഒരു പ്രശ്നവും ഉണ്ടാകില്ല, നമുക്ക് ആ മാജിക് യൂസ് ചെയ്യാം. അങ്ങനെ അന്ന് രാത്രി തന്നെ നായികയും എനിഡിസും കൂടി നേരെ ലൈബ്രറിയിൽ പോയി ആ ഡാർക്ക് മാജിക്കിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് മാജിക് യൂസ് ചെയ്യാൻ 100 വർഷം പഴക്കമുള്ള ഒരു സോക്സ് ആവശ്യമുണ്ടെന്ന്. ആ സോക്സ് എവിടെ നിന്ന് കിട്ടും എന്നവർ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവർക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഈ സ്കൂളിൽ 100 വർഷത്തിൽ കൂടുതലായി ജോലി ചെയ്യുന്ന ഒരു ടീച്ചറുണ്ട്. അവരുടെ സോക്സ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ നായിക പതിയെ ആ ടീച്ചറിന്റെ മുറിയിലേക്ക് ചെന്ന് ഉറങ്ങിക്കിടന്ന അവരുടെ കാലിൽ നിന്നും സോക്സ് ഊരിയെടുക്കാനായി ശ്രമിച്ചു. പക്ഷെ പെട്ടെന്ന് ആ ടീച്ചർ ഞെട്ടി എഴുന്നേറ്റു. ഇത് കണ്ട് നായിക പേടിച്ച് ജനൽ വഴി ചാടി അവളുടെ മാജിക് ചൂലിൽ അവിടുന്ന് രക്ഷപ്പെട്ടുപോയി. പെട്ടെന്ന് തന്നെ അവരുടെ നിലവിളി കേട്ട് മറ്റു ടീച്ചേഴ്സ് റൂമിലേക്ക് എത്തി. എന്നാൽ ഇവർ പറഞ്ഞതൊന്നും മറ്റു ടീച്ചേഴ്സ് വിശ്വസിച്ചില്ല. കാരണം ഇവർക്ക് പ്രായമായതുകൊണ്ട് പിച്ചുമ്പയും പറയുന്നെന്ന് അവർ വിചാരിച്ചത്. അതോടെ കേക്കിൾസ് പറഞ്ഞു, ഇവർക്ക് ഒരുപാട് വയസ്സായി, അതുകൊണ്ട് തന്നെ ഇവരെ ജോലിയിൽ നിന്ന് മാറ്റി മറ്റൊരു ടീച്ചറെ നമുക്ക് കൊണ്ടുവരാം. എന്നാൽ ഇതേ സമയം നായികയും എനിഡിസും കൂടി ചേർന്ന് ആ സോക്സ് ഉപയോഗിച്ച് ഡാർക്ക് മാജിക് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവർ ആ സ്പെല്ലുണ്ടാക്കി നായിക ആ മാജിക് ഉപയോഗിച്ചു. അതോടെ അവൾക്ക് ലോകത്തുള്ള എല്ലാ മാജിക്കിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലായി. അത് മാത്രവുമല്ല, അവൾക്ക് ഒരുപാട് അറിവുകളും ബുദ്ധിയും ലഭിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവൾ ഇതുവരെ പഠിച്ചിരുന്ന എല്ലാ മാജിക്കും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ തുടങ്ങി. പക്ഷെ ഈ ഡാർക്ക് മാജിക്കിന് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടായിരുന്നു. അടുത്ത ദിവസമായത് നായിക എഴുന്നേറ്റ് നോക്കിപ്പിടുക അവൾ ഇപ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയല്ല, മറിച്ച് ഒരു പ്രായമായ മുത്തശ്ശി പോലായി മാറി. ഇത് എങ്ങനെയെങ്കിലും ശരിയാക്കണമെന്ന ഉദ്ദേശത്തോടെ ഇതിന് റിവേഴ്സ് സ്പെൽ ഉണ്ടോ എന്നറിയാനായി നായിക നേരെ ലൈബ്രറിയിൽ പോയി ചെക്ക് ചെയ്ത് നോക്കി. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാര്യം അവൾ മനസ്സിലാക്കുന്നത്. ഈ മാജിക്കിന് ഒരു റിവേഴ്സ് സ്പെല്ലില്ല. അതായത് ഒരിക്കൽ ഈ മാജിക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തിരിച്ച് പഴയ രൂപത്തിലേക്കാകാൻ യാതൊരു എളുപ്പ വഴിയുമില്ല. പക്ഷെ ആ മാജിക്കിന്റെ പവർ സ്വയം കുറഞ്ഞ് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മാറാം. അതിന് കുറഞ്ഞത് ഒരു ദിവസം മുതൽ ഒരു വർഷം വരെ സമയം എടുത്തേക്കാമെന്നാണ് ആ ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന ഒരു ബുക്കിൽ പറയുന്നത്. കാര്യങ്ങളെല്ലാം മനസ്സിലായത് നായിക ആകെ തകർന്നുപോയി. കാരണം അവൾ ഇനി ഒരു വർഷത്തോളം ഈ മുത്തശ്ശിയുടെ രൂപത്തിൽ ജീവിക്കേണ്ടി വരും. അപ്പോഴാണ് പുതിയൊരു ടീച്ചർ സ്കൂളിൽ ജോയിൻ ചെയ്യാനായി വരുന്നത്. ഇത് കണ്ട മോയും നായികയും കൂടി നേരെ ടീച്ചറിന്റെ അടുത്ത് നിന്ന് പറഞ്ഞു, ഞങ്ങളുടെ ടീച്ചറിന് സുഖമില്ലാത്തത് കൊണ്ടാണ് നിങ്ങളോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞത്. ഞങ്ങളുടെ ടീച്ചർ ഇപ്പൊ ഓക്കെയാണ്, അതുകൊണ്ട് നിങ്ങളിവിടെ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതും പറഞ്ഞ് അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. നായികയുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ അവൾ ഇനി പഴയ രൂപത്തിലായി മാറുന്നതുവരെ ടീച്ചറായി അഭിനയിക്കാമെന്നാണ്. അങ്ങനെ മോജിന്ന് സ്കൂളിലുള്ള എല്ലാവരോടും പറഞ്ഞു നായികയുടെ അമ്മയ്ക്ക് സുഖമില്ലെന്നും അതുകൊണ്ട് അവൾ നാട്ടിലേക്ക് പോയിരിക്കുകയാണെന്നും പറഞ്ഞു അവിടെയുള്ള എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അങ്ങനെ ടീച്ചറായി മാറി നായിക കുട്ടികളെല്ലാവരും ക്ലാസ് എടുക്കാൻ തുടങ്ങി. ആ സ്പെല്ല് യൂസ് ചെയ്തുകൊണ്ട് അവൾക്കിപ്പോൾ എല്ലാ കാര്യത്തിലും നല്ല ബുദ്ധിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവുമില്ലാതെ ക്ലാസ് മുന്നോട്ട് പോയി. പക്ഷെ എതേലിന് മാത്രം നായിക വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞ കാര്യം ഒട്ടും വിശ്വസിക്കാനായില്ല. അതുകൊണ്ട് തന്നെ അവൾ നായികയുടെ അമ്മയെ കോൾ ചെയ്തു. അതോടെ അവൾക്ക് മനസ്സിലായി നായികയുടെ അമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ലെന്നും അവൾ ഇതുവരെ അവിടെ വന്നിട്ടില്ലെന്നും. എന്നാൽ എതേൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്ന് നായിക അറിഞ്ഞു. ഇനി ഇങ്ങനെ കള്ളം പറയുന്നതിൽ നല്ലത് കാര്യങ്ങളെല്ലാം കാക്കിൾസിനോട് തുറന്ന് പറയാമെന്നും പറഞ്ഞ് അവൾ നേരെ ഹെഡ് മിസ്ട്രസിന്റെ മുറിയിലേക്ക് എത്തി. എന്നാൽ റൂമിലേക്ക് കയറുന്ന കറക്റ്റ് സമയത്താണ് ആ സ്പെല്ലിന്റെ പവർ മൊത്തം പോയി നായിക വീണ്ടും പഴയ രൂപത്തിലാവുന്നത്. അവളെ കണ്ടത് ഹെഡ് മിസ്ട്രസ് നായികയുടെ അമ്മയെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. ഇവർക്ക് യാതൊരു അസുഖവുമില്ലല്ലോ, പിന്നെന്തിനാ നീ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞെന്ന് നായികയോട് ചോദിച്ചു. എന്നാൽ കറക്റ്റ് സമയത്ത് മോയ അവിടെ ഇരുന്ന് എന്തോ ഒരു മാജിക് യൂസ് ചെയ്തതും നായികയുടെ അമ്മയ്ക്ക് ശരീരം വേദനിച്ച് അവരവിടെ ഇരുന്ന് നിലവിളിക്കാൻ തുടങ്ങി. ഇത് കണ്ട ടീച്ചേഴ്സും ഹെഡ് മിസ്ട്രസും വിചാരിച്ചത് അവർക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. അങ്ങനെ നായിക ജസ്റ്റ് മിസ്സിന് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് മാത്രമല്ല, നേരത്തെ അവർ പറഞ്ഞു വിട്ട ആ ടീച്ചറില്ലേ, അവർ വീണ്ടും സ്കൂളിൽ ടീച്ചറായി ജോയിൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു. നായികയും മോയും എനിഡിസും കൂടി ചേർന്ന് പുതിയൊരു സ്പെല്ല് ഉണ്ടാക്കുവാണ്. പക്ഷെ അവർക്ക് പറ്റിയ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം ആ സ്പെല്ല് മൊത്തത്തിൽ പൊട്ടിത്തെറിച്ചു. ഇത് കണ്ട ടീച്ചർ അങ്ങോട്ടേക്ക് വന്ന് 3 പേരെ നല്ലതുപോലെ വഴക്ക് പറഞ്ഞു. വരാനിരിക്കുന്ന പേരന്റ്സ് മീറ്റിംഗിൽ ഈ കാര്യങ്ങളെല്ലാം ഉറപ്പായും പേരന്റ്സിനോട് പറയുമെന്നും പറഞ്ഞ് ടീച്ചർ അവിടുന്ന് പോയി. എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷം മോയൊക്കെ പേടിച്ചുപോയി. കാരണം ഇത്രയും നാളും അവൾ സ്കൂളിൽ നല്ലൊരു കുട്ടിയായിരുന്നു. നായികയുടെ കൂടെ കൂടിയത് മുതലാണ് അവൾ ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ അവളുടെ പേരന്റ്സ് അറിയുമോ എന്ന് അവൾക്ക് നല്ല പേടിയുണ്ട്. അപ്പോഴാണ് എനിഡിസ് വന്ന് മോയോട് പറയുന്നത്, എനിക്കൊരു ഡാർക്ക് മാജിക് അറിയാം. ആ സ്പെല്ല് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഓർമ്മയിൽ നിന്നും ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം മായ്ച്ചു കളയാൻ പറ്റും. അങ്ങനെ എനിഡിസ് പറഞ്ഞു കൊടുത്ത ആ ഒരു സ്പെല്ല് മോ യൂസ് ചെയ്തു. അങ്ങനെ അവൾ ആ സ്പെല്ല് ഉപയോഗിച്ചതോടെ അവൾ കാരണം ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും എല്ലാരും മറന്നുപോയി. അതോടെ അവരുടെ എല്ലാവരെയും ഓർമ്മകൾ മാറുകയും ഈ പ്രശ്നങ്ങളെല്ലാം നായിക ഒറ്റയ്ക്ക് ചെയ്തതാണെന്ന് അവരെല്ലാവരും ഓർത്തെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മോ ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രമാണ് ടീച്ചേഴ്സിന് ഇപ്പോൾ ഓർമ്മയുള്ളത്. അങ്ങനെ പേരന്റ്സ് മീറ്റിംഗ് തുടങ്ങി. അവിടെയുള്ള ടീച്ചേഴ്സ് എല്ലാവരും മോയിനെ കുറിച്ച് നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ഇത് കേട്ട് മോയിന് ഒരുപാട് സന്തോഷമായി. സന്തോഷം കൊണ്ടവൾ ഈ കാര്യങ്ങളെല്ലാം പറയാനായി നേരെ നായിക
നായികയുടെ അടുത്തേക്ക് പോയി. പക്ഷെ അവിടെയാണ് വലിയൊരു ട്വിസ്റ്റ്. നായികയുടെ കൂടിയത് കൊണ്ടാണല്ലോ മോ ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ നായികയ്ക്ക് ഇപ്പോൾ മോയെ ഓർമ്മയില്ല. മോ തന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നുള്ള കാര്യം പോലും അവൾ മറന്നുപോയി. എന്നാൽ ഇതേ സമയം ഇവിടെ ഹെഡ് മിസ്ട്രസ് നായികയുടെ അമ്മയെ കാണുകയും അവൾ ഈ സ്കൂളിൽ ഫുൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെന്നും അതുകൊണ്ട് തന്നെ അവളെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും പറഞ്ഞു. എന്നാൽ ഇതെല്ലാം അറിഞ്ഞത് മോയാകെ തകർന്നുപോയി. അതുകൊണ്ട് തന്നെ നായിക നേരെ എനിഡിസിന്റെ അടുത്ത് പോയി നടന്ന കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു. അങ്ങനെ എനിഡിസ് അവളുടെ അച്ഛന്റെ അടുത്ത് പോയി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇതിന് റിവേഴ്സ് സ്പെൽ ഉണ്ടോന്ന് ചോദിച്ചു. അങ്ങനെ എനിഡിസിന്റെ അച്ഛൻ ഇതിനുള്ള റിവേഴ്സ് സ്പെൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മോയോട് പറഞ്ഞു കൊടുത്തു. മോ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി ആ റിവേഴ്സ് സ്പെൽ ഉണ്ടാക്കിയതും പഴയ ഓർമ്മകളെല്ലാം എല്ലാവർക്കും തിരിച്ചു വരികയും ചെയ്തു. അങ്ങനെ മോയും നായികയും എനിഡിസും വീണ്ടും ഒരുമിച്ചു. എന്നാൽ ഇവർ മൂന്നുപേരും ഡാർക്ക് മാജിക് ഉണ്ടാക്കി എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ മൂന്നുപേരെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് മോയുടെ അച്ഛൻ ഒരു മാജിക് പൗഡർ യൂസ് ചെയ്ത് ഇന്ന് നടന്ന എല്ലാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഓർമ്മകളും ടീച്ചേഴ്സിന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. അങ്ങനെ അവസാനം ആ പ്രശ്നങ്ങളെല്ലാം ഒരുവിധം അവിടെ അവസാനിച്ചു. എന്നാൽ ഇപ്പോൾ നായികയുടെ മനസ്സ് നിറയെ ഒരു കാര്യം മാത്രമാണ്. അവളുടെ കുടുംബത്തിലുള്ള ആർക്കും മാജിക്കിനെ കുറിച്ച് അറിയില്ല. പിന്നെ അവൾക്ക് മാത്രം എങ്ങനെയാണ് മാജിക് ഉപയോഗിക്കാൻ കഴിയുന്നത് എന്നാണ് അവളുടെ ഏറ്റവും വലിയ സംശയം. അതും ചിന്തിച്ചുകൊണ്ട് അവൾ മുടി ചുരുട്ടാനുള്ള മെഷീനിൽ മുടി ചുരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ മെഷീനിൽ അവളുടെ മുടി കൊടുക്കുന്നത്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അതെടുക്കാൻ അവളെ കൊണ്ട് കഴിയുന്നില്ല. അവസാനം മുടി മറയ്ക്കാനായി വലിയൊരു തൊപ്പിയും വെച്ചാണ് അവൾ നേരെ ക്ലാസ്സിലേക്ക് വന്നത്. എന്നിട്ട് അവൾ മോയോടും എനിഡിസിനോടും കാര്യം പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവളുടെ മുടിയിൽ നിന്ന് അത് എടുക്കാനായി ശ്രമിക്കുമ്പോഴാണ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞ് ഏതേൽ അങ്ങോട്ടേക്ക് വന്ന് അവളുടെ മുടി കട്ട് ചെയ്ത് കളയുന്നത്. അത് കണ്ടത് നായികയ്ക്ക് ആകെ ദേഷ്യം വന്നു. എന്നാൽ ഇതേ സമയം ഹെഡ് മിസ്ട്രസ് സ്കൂളിൽ വിച്ചസ് സൊസൈറ്റി എന്ന ഒരു സംഗമം തുടങ്ങാനുള്ള പരിപാടിയിലാണ്. പക്ഷെ ഇതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ എല്ലാ സ്റ്റുഡൻസും രഹസ്യവാതിൽ കണ്ടുപിടിക്കണം. ആ വാതിൽ കണ്ടുപിടിച്ച് ആദ്യം അകത്തേക്ക് കയറുന്ന ആദ്യത്തെ വിദ്യാർത്ഥിയാണ് ഈ വിച്ചസ് സൊസൈറ്റിയുടെ ലീഡർ. എന്നാൽ ഇവിടെ നായികയുടെ മനസ്സിലിപ്പോൾ അവളുടെ മുടിയെ പറ്റി മാത്രമാണ് ചിന്ത. അതുകൊണ്ട് തന്നെ മുടി പെട്ടെന്ന് വളരാനായി ഒരു സ്പെല്ലുണ്ടാക്കി അവൾ അത് തലയിൽ തേച്ചു. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞിട്ടും സ്പെല്ല് യൂസ് ചെയ്തിട്ട് അവൾക്ക് യാതൊരു മാറ്റവും സംഭവിച്ചില്ല. എന്നാൽ ഇതേ സമയം എല്ലാ സ്റ്റുഡൻസും ആ രഹസ്യവാതിൽ കണ്ടെത്താനായി നടക്കുവാണ്. എന്നാൽ ഇതേ സമയം ഇവിടെ നായിക ഉപയോഗിച്ച ആ സ്പെല്ല് വർക്ക് ചെയ്യാൻ തുടങ്ങി. അവളുടെ മുടി കൺട്രോൾ ഇല്ലാതെ വളരാൻ തുടങ്ങി. മുടി വളർന്ന് കുട്ടികളെല്ലാവരും അതിൽ കുടുങ്ങി കിടക്കുവാണ്. അപ്പോഴാണ് നായിക റിവേഴ്സ് സ്പെല്ല് ഉപയോഗിച്ച് അത് സ്റ്റോപ്പ് ചെയ്യാനായി ശ്രമിക്കുന്നത്. പക്ഷെ അത് അവളെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല. അതുകൊണ്ട് എല്ലാ കുട്ടികളും കൈകോർത്ത് നിന്ന് ആ മന്ത്രം ചൊല്ലിയതും അവളുടെ മുടി വീണ്ടും പഴയ പോലെയായി. അതുമാത്രവുമല്ല, പെട്ടെന്നാണ് അവരുടെ മുന്നിൽ ആ രഹസ്യവാതിൽ തുറന്നു വരുന്നത്. ഇതാണ് ഹെഡ് മിസ്ട്രസ് പറഞ്ഞ ആ ഒരു വാതിൽ. അങ്ങനെ നായിക ആദ്യം അകത്തേക്ക് കയറി. അവളുടെ തൊട്ട് പിന്നാലെ ബാക്കി കുട്ടികളും വന്നു. എന്നാൽ അകത്ത് കയറി നോക്കിയപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. സ്റ്റുഡൻസ് എല്ലാവരും ഒത്തൊരുമയോടെ നിന്നാൽ മാത്രമേ ഈ ഡോർ ഓപ്പൺ ആകൂ. ഇപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് നിന്നതുകൊണ്ട് ആ ഡോർ ഓപ്പൺ ആയി. ആദ്യം നായികയാണല്ലോ അകത്തേക്ക് കയറി വന്നത്. അതുകൊണ്ട് തന്നെ ആ വിച്ച സൊസൈറ്റിയുടെ ലീഡറായി നായികയെ പ്രഖ്യാപിച്ചു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. അപ്പോഴാണ് പുതിയൊരു മത്സരം തുടങ്ങുന്നത്. കേക്കിൾ സ്കൂളിനും പിന്നെ പെന്റാഗിൾ എന്ന് പറയുന്ന മറ്റൊരു മാജിക് സ്കൂളും തമ്മിൽ മത്സരം നടക്കാൻ പോകുകയാണ്. വർഷം തോറും നടക്കാറുള്ള ഈ മാജിക് പരിപാടിയിൽ പങ്കെടുക്കാൻ ടീച്ചേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് നായികയും എതേലിനെ ഒരു ടീമിൽ ചേർത്തു. എന്നാൽ രണ്ടുപേർക്കും അതിന് ഒട്ടും താല്പര്യമില്ലായിരുന്നെങ്കിലും അവരുടെ മുന്നിൽ വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് രണ്ടുപേർക്കും അതിന് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ മത്സരം തുടങ്ങാൻ പോകുവാണ്. പെന്റാഗിൾ സ്കൂളിൽ നിന്ന് 2 ആൺകുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യ റൗണ്ടിൽ 2 ടീമുകളും ചേർന്ന് ഒരു മാജിക് സ്പെൽ ഉണ്ടാക്കണം. ആദ്യം എതേലാണ് അവളുടെ മാജിക് സ്പെൽ യൂസ് ചെയ്തത്. പക്ഷെ അവൾ എത്രയൊക്കെ മന്ത്രം ചൊല്ലിയിട്ടും അതവിടെ വർക്കായില്ല. അടുത്തതായി പെന്റാഗിൾ സ്കൂളിലെ ആൺകുട്ടികൾ അവരുടെ മാജിക് സ്പെൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ അവിടെയുള്ള ടീച്ചേഴ്സും മേശയും ഒക്കെ പതിയെ ആകാശത്തേക്ക് പറക്കാൻ തുടങ്ങി. അതോടെ ആദ്യത്തെ റൗണ്ടിൽ കേക്കിൾസ് അക്കാഡമി തോറ്റു. അങ്ങനെ ഓരോ റൗണ്ടുകളായി മത്സരം മുന്നോട്ട് പോകുവാണ്. അങ്ങനെ 2 ടീമുകളും ഫൈനൽ റൗണ്ടിലെത്തി. 2 ടീമുകളും വീണ്ടും ഒരു മാജിക് സ്പെൽ ഉണ്ടാക്കണം. പക്ഷെ ഇത്തവണ നായികയാണ് സ്പെൽ ഉണ്ടാക്കുന്നത്. അവൾ പെട്ടെന്ന് തന്നെ ആ സ്പെല്ലുണ്ടാക്കി മന്ത്രം ചൊല്ലിയതും എതേലിന്റെ തലയ്ക്ക് മുകളിൽ ഒരു വലിയ മേഘം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അതിൽ നിന്ന് ഇടിമിന്നൽ ഉണ്ടാവുകയും മഴ പെയ്യാനും തുടങ്ങി. അങ്ങനെ ഫൈനൽ കേക്കിൾസ് അക്കാഡമി ജയിച്ചു. നിലവിലുള്ള എല്ലാ റൗണ്ടുകളുടെയും പോയിന്റ് കൂട്ടി നോക്കിയപ്പോൾ ഈ വർഷത്തെ മാജിക് മത്സരത്തിൽ കേക്കിൾസ് അക്കാഡമി വിജയിച്ചതായി പ്രഖ്യാപിച്ചു. എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷം നായികയും എതേലും കുറച്ച് ക്ലോസ് ആയി. അവരുടെ പഴയ പ്രശ്നങ്ങളൊക്കെ മറന്ന് രണ്ടുപേരും ഇപ്പോൾ നന്നായി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്കൂളിന് ചുറ്റും നിറയെ പുക കൊണ്ട് നിറഞ്ഞു. ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പും ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും അതിനു പിന്നാലെ സ്കൂളിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചുവെന്നും ടീച്ചേഴ്സ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കേക്കിൾസ് വന്ന് എല്ലാവരോടും പറഞ്ഞു, ഇനി ആരും ഞങ്ങൾ പറയുന്നത് വരെ സ്കൂളിന് പുറത്തേക്ക് പോകാൻ പാടില്ല. എന്നാൽ അതേ സമയത്താണ് എതേലിന്റെ പൂച്ചയെ കാണാതാകുന്നത്. എങ്ങനെയെങ്കിലും പൂച്ചയെ കണ്ടുപിടിക്കണം. അതുകൊണ്ട് തന്നെ എതേൽ നായികയെ വിളിച്ച് ആരും കാണാതെ പുറത്തേക്ക് ഇറങ്ങി ആ പുകകൾക്കിടയിലേക്ക് പോയി. എന്നാൽ ഇവിടെ ക്ലാസ്സിൽ എതേലിനെ നായികയെ കാണാതായപ്പോഴാണ് ടീച്ചർ അവരെ പറ്റി അന്വേഷിക്കുന്നത്. അപ്പോൾ
അപ്പോഴാണ് അവരുടെ കൂട്ടുകാരി നടന്ന കാര്യങ്ങളെല്ലാം ടീച്ചറോട് പറയുന്നത്. എന്നാൽ ഇതേ സമയം നായികയും എതേലും പൂജയെ അന്വേഷിച്ച് ആ പുകയിലൂടെ നടന്നു പോയപ്പോഴാണ് അവരൊരു കാര്യം കണ്ട് ഞെട്ടിപ്പോകുന്നത്. ഇപ്പോൾ അവരുടെ സ്കൂളിൽ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് എല്ലാവരും കൊച്ചുകുട്ടികളായി ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നു. അതോടെ രണ്ടുപേർക്കും ഒരു കാര്യം മനസ്സിലായി. അവരാ പുകയിലൂടെ നടന്ന് ക്ലാസ്സിലേക്ക് എത്തിയെന്ന്. അതായത് അവരിപ്പോൾ ഉള്ളത് അവരുടെ ടീച്ചേഴ്സ് പഠിച്ച പഴയ കാലത്താണ്. പക്ഷെ ഇവിടുന്ന് വീണ്ടും അവരുടെ ടൈമിലേക്ക് എങ്ങനെ തിരിച്ചു പോകണമെന്ന് ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ യാതൊരു ഐഡിയയുമില്ല. അപ്പോഴാണ് നായികയ്ക്ക് ഒരു ബുദ്ധി തോന്നുന്നത്. അവൾ ക്ലാസ് റൂമിൽ കയറി ഒരു ഡെസ്കിൽ മാജിക് യൂസ് ചെയ്ത് ഒരു മെസ്സേജ് എഴുതി വെച്ചു. അവൾ വിചാരിച്ചതുപോലെ തന്നെ പ്രസന്റിലുണ്ടായിരുന്ന മോ ആ മെസ്സേജ് വായിച്ചു. ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളിപ്പോൾ പാസ്റ്റിൽ കുടുങ്ങി കിടക്കുവാണ്, ഞങ്ങളെ സഹായിക്കാനായി കേക്കിൾസിനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് അയക്കണം. ഇത് വായിച്ച മോ ഉടനെ തന്നെ ഈ കാര്യം കേക്കിൾസിനെ അറിയിച്ചു. അങ്ങനെ കേക്കിൾസ് അവരുടെ മാജിക് യൂസ് ചെയ്ത് നേരെ നായിക ഉണ്ടായിരുന്ന പാസ്റ്റിലേക്ക് പോയി. എന്നിട്ട് അവരോടൊരു പ്രധാന കാര്യം പറഞ്ഞു. നിങ്ങൾ ഏത് വഴിയിലൂടെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് അതേ വഴിയിലൂടെ തിരിച്ചു പോയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസന്റിലേക്ക് പോകാൻ പറ്റൂ. അങ്ങനെ കേക്കിൾസ് ഇതെല്ലാം മാത്രം വളരെ സേഫായി പ്രസന്റിലേക്ക് അയച്ചു. എന്നിട്ട് അവർ നായികയും കൂട്ടി അവരുടെ സഹോദരിയായ അഗാത്തെ കാണാനായി പോയി. കാരണം അഗാത്ത ചെറുപ്പത്തിൽ തന്നെ വളരെ അപകടകാരിയായ ഒരു പെൺകുട്ടിയായിരുന്നു. മറ്റുള്ളവരിൽ നിന്ന് മാജിക് മോഷ്ടിക്കാനും പലതരത്തിലുള്ള കള്ളത്തരങ്ങൾ ചെയ്യാനും അവൾ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ കേക്കിൾസ് നേരെ അവളോട് പറഞ്ഞു, നീ ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ ചെയ്യരുത്. നീ ഇപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കാരണം നിന്റെ ഫ്യൂച്ചർ തന്നെ മാറിപ്പോകും. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവളെ തിരുത്താൻ ശ്രമിക്കുവാണ്. പക്ഷെ അഗാത്ത അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. എങ്കിൽ ശരി, നടക്കാനുള്ളത് നടക്കട്ടെ എന്നും പറഞ്ഞു കേക്കിൾസ് നായികയും കൂട്ടി വീണ്ടും പ്രസന്റിലേക്ക് വന്നു. അങ്ങനെ നായിക എതേലിന്റെ കാണാതായ പൂച്ചയെ കണ്ടുപിടിക്കുകയും അവൾക്ക് തന്നെ അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇതേ സമയം കേക്കിൾസ് അവളുടെ സഹോദരിയായ അഗാത്തെ അടച്ചുവെച്ച വീട്ടിലേക്ക് അവളെ കാണാനായി പോയി. പക്ഷെ അവിടെ എത്തിയപ്പോൾ അഗാത്തെ അവിടെയും കാണുന്നില്ല. അവൾ എങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി? കാരണം അവളുടെ മാന്ത്രിക കവചത്തിൽ നിന്നും എങ്ങനെ അഗാത്ത രക്ഷപ്പെട്ടു പോയെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഉടനെ തന്നെ അവൾ നേരെ സ്കൂളിലേക്ക് എത്തി അഗാത്ത അവിടുന്ന് രക്ഷപ്പെട്ടു പോയെന്നും അതുകൊണ്ട് തന്നെ ആരും സ്കൂളിന് പുറത്തേക്ക് പോകരുതെന്നും പറഞ്ഞു. എന്നിട്ട് അവർ ടീച്ചറിനോട് പറഞ്ഞു സ്കൂളിന് ചുറ്റും ഒരു മാന്ത്രിക കവചമുണ്ടാക്കി കുട്ടികളെ എല്ലാവരും സംരക്ഷിക്കണമെന്ന്. എന്നിട്ട് കേക്കിൾസ് നേരെ പോയി ഒരു മാന്ത്രിക കണ്ണാടി ഉപയോഗിച്ച് വിസാഡ് യൂണിയനിലുള്ള വിസാഡുമായി ബന്ധപ്പെട്ട് അഗാത്ത രക്ഷപ്പെട്ട കാര്യം അയാളോട് പറഞ്ഞു. ഇതേ സമയം അവരുടെ ടീച്ചർ അവരുടെ മാന്ത്രിക ചൂലിൽ കയറി സ്കൂളിന് ചുറ്റും ഒരു മാന്ത്രിക കവചമുണ്ടാക്കി നേരെ അവരുടെ ക്ലാസ് റൂമിലേക്ക് പോയി. എന്നാൽ നായികയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങി. കാരണം കേക്കിൾസിന്റെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും എന്തൊക്കെയോ മാറ്റങ്ങൾ ഉള്ളതുപോലെ അവൾക്ക് തോന്നി. ഇനി മുമ്പൊരിക്കൽ സംഭവിച്ചതുപോലെ അഗാത്ത രക്ഷപ്പെട്ട് കേക്കിൾസിനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇപ്പോൾ കേക്കിൾസിന്റെ രൂപത്തിൽ ഇവിടെ ഇരിക്കുന്നത് അഗാത്തയാണോ? ഈ സംശയത്തിന്റെ സത്യാവസ്ഥ കണ്ടെത്താനായി മുമ്പൊരിക്കൽ അഗാത്തയെ തടവിൽ വെച്ചിരുന്ന ആ വീട്ടിലേക്ക് അവൾ പോയി. പക്ഷെ ഇവിടെയുള്ളത് കേക്കിൾസ് ആണോ അതോ അഗാത്ത കേക്കിൾസിന്റെ രൂപത്തിൽ വന്നതാണോ എന്നുള്ള കാര്യം നായികയ്ക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം രണ്ടുപേരും ഒരുപോലെ ഇരിക്കുവാണല്ലോ. അങ്ങനെ നായിക നേരെ വീട്ടിലേക്ക് കയറി. അകത്തുണ്ടായിരുന്ന ആളെ കണ്ടപ്പോൾ അവൾ വിശ്വസിച്ചത് ഇത് കേക്കിൾസ് ആണെന്നാണ്. പക്ഷെ സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന അഗാത്തയായിരുന്നു. അവൾ നായികയോട് പറഞ്ഞു, എനിക്കറിയാം അഗാത്ത സ്കൂൾ മുഴുവൻ കൈയടക്കി വെച്ചേക്കുവാണെന്ന്. പക്ഷെ അവൾ ഇവിടെ എന്നെ തടവിലാക്കിയിരിക്കുകയാണ്. എന്റെ മാജിക്കും പവറും എല്ലാം അവൾ കൊണ്ടുപോയി. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പുറത്തു കടക്കാൻ കഴിയില്ല. നീ നിന്റെ മാജിക് പവർ എനിക്ക് തന്നാൽ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനും അഗാത്തയെ തോൽപ്പിക്കാനും കഴിയും. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ നായികയുടെ കൈയും പിടിച്ച് എന്തോ മന്ത്രങ്ങളൊക്കെ ചൊല്ലാൻ തുടങ്ങി. അതേ നിമിഷം തന്നെ നായികയ്ക്ക് എന്തോ സംശയം തോന്നി. ഇനി ശരിക്കും ഇത് കേക്കിൾസ് ആണെങ്കിൽ ഇവരെന്തിനാ എന്റെ പവർ എടുക്കാൻ നോക്കുന്നത്? അതുകൊണ്ട് തന്നെ അവൾ അവരുടെ കൈ തട്ടിമാറ്റി അവിടുന്ന് രക്ഷപ്പെട്ട് ഓടാൻ തുടങ്ങി. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയതും അഗാത്തയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു മന്ത്രവാദിനി വന്ന് നായികയുടെ മാന്ത്രിക ചൂൽ തകർത്തു കളഞ്ഞു. വേറെ വഴിയൊന്നുമില്ലാത്തത് കൊണ്ട് അവൾ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടാൻ തുടങ്ങി. എന്നാൽ ഇതേ സമയം എതേലിനോട് സ്കൂളിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി. അവൾ അത് എന്താണെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അഗാത്തയും പിന്നെ മന്ത്രവാദിനിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. നമ്മുടെ സ്കൂൾ ഇപ്പോൾ അപകടത്തിലാണ്. എന്റെ എല്ലാ പവറും അഗാത്ത കൊണ്ടുപോയി. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ പവർ എനിക്ക് തരണം. എങ്കിൽ മാത്രമേ എനിക്ക് ഈ സ്കൂൾ രക്ഷിക്കാൻ പറ്റൂവെന്ന് കേക്കിൾസിനെ പോലെ സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്തു. മുമ്പിൽ നിൽക്കുന്നത് കേക്കിൾസ് ആണെന്ന് കരുതി ഏതെല്ലാം ചേച്ചി അവളുടെ ഫുൾ പവറും അഗാത്തയ്ക്ക് കൊടുത്തു. കറക്റ്റ് സമയത്താണ് ഒറിജിനൽ കേക്കിൾസ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഏതേലിന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ, അത് അവൾ അഗാത്തയുടെ കയ്യിലേക്ക് കൊടുത്തു. സത്യത്തിൽ അത് അഗാത്തയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അഗാത്തയും കേക്കിൾസും ട്വിൻസ് ആണെങ്കിലും അഗാത്തയാണ് കേക്കിൾസിനേക്കാൾ 15 മിനിറ്റ് മുമ്പേ ജനിച്ചത്. മന്ത്രവാദിനികളുടെ റൂൾ അനുസരിച്ച് മൂത്തയാളായിരിക്കണം ഹെഡ് മാസ്റ്റർ പദവിയിൽ ഇരിക്കേണ്ടത്. അങ്ങനെ അഗാത്ത ആ സ്കൂളിന്റെ ഫുൾ കൺട്രോൾ ഏറ്റെടുത്തു. എന്നാൽ ഇതേ സമയം നായിക ഇവിടെ നടന്ന ഒരു കാര്യങ്ങളും അറിഞ്ഞില്ല. അവളുടെ ചൂല് നഷ്ടപ്പെട്ടതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് നടന്നാണ് അവൾ സ്കൂളിലേക്ക് എത്തിയത്. പെട്ടെന്നാണ് മോ അവരുടെ ടീച്ചറിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോകരുത് എന്നൊരു റൂൾ ഉണ്ടായിരുന്നല്ലോ, ആ റൂൾ നീ തെറ്റിച്ചു. അതുകൊണ്ട് തന്നെ നിന്നെ ഈ സ്കൂളിലേക്ക് കയറ്റില്ല. അത്രയും പറഞ്ഞ് ടീച്ചർ അവരുടെ മാജിക് യൂസ് ചെയ്ത് നായിക നേരെ അവളുടെ വീട്ടിലേക്ക് അയച്ചു. സത്യത്തിൽ മോ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ സ്കൂളിപ്പോൾ അഗാത്തയുടെ കൺട്രോളിലാണല്ലോ. നായിക വീണ്ടും സ്കൂളിലേക്ക് കയറിയാൽ അഗാത്ത ചിലപ്പോൾ അവളെ എന്ത് ചെയ്യാനും മടിക്കും.
പഠിക്കില്ല. അതുകൊണ്ട് അവളെ രക്ഷിക്കാനാണ് മോ ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ അഗാത്തയുടെ സ്കൂളിൽ ഒരുപാട് പുതിയ റൂൾസ് കൊണ്ടുവന്നു. അവളുടെ അനുവാദമില്ലാതെ ആരും മാജിക് യൂസ് ചെയ്യാൻ പാടില്ലെന്ന്. അത് മാത്രവുമല്ല, കേക്കിൾസ് ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. എന്നിട്ട് അഗാത്ത നേരെ ചെന്ന് മോയോട് നായിക എവിടെയെന്ന് ചോദിച്ചു. സത്യം പറയുന്നതാ നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ നിന്നെ ഒരു ടോയ്ലറ്റ് ബ്രഷ് ആക്കി മാറ്റും. കറക്റ്റ് സമയത്ത് അവരുടെ ടീച്ചർ അങ്ങോട്ടേക്ക് വന്ന് അഗാത്തയെ അതിൽ നിന്നും തടഞ്ഞു. അപ്പോഴാണ് പെട്ടെന്ന് മോയ അത് ശ്രദ്ധിക്കുന്നത്. അവിടെ ഭിത്തിയിൽ വെച്ചിരുന്ന ഒരു ഡ്രോയിങ്ങിൽ ഉണ്ടായിരുന്ന ലേഡിയുടെ കണ്ണ് അനങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. അതോടെ അവൾക്ക് മനസ്സിലായി അഗാത്ത കേക്കിൾസിനെ ആ ഡ്രോയിങ്സിനകത്ത് അടച്ചു വെച്ചേക്കുവാണെന്ന്. എന്നാൽ ഇതേ സമയം നായികയുടെ ബാൽക്കണിയിലേക്ക് അവളുടെ പൂച്ച എത്തി. നീ എങ്ങനെ ഇവിടെ എത്തി എന്നും പറഞ്ഞ് അവൾ ആ പൂച്ചയെടുത്ത് നോക്കുമ്പോഴാണ് അതിന്റെ കഴുത്തിൽ എന്തോന്ന് എഴുതിയിരിക്കുന്നത് അവൾ കാണുന്നത്. അവൾ അതെടുത്ത് തുറന്ന് വായിക്കാൻ തുടങ്ങി. എന്നാൽ ഇതേ സമയം ഇവിടെ സ്കൂളിൽ യൂണിയനിൽ നിന്നുള്ള ആ ഒരു വിസാർഡ് സ്കൂൾ സന്ദർശിക്കാനായി എത്തി. എന്നാൽ ഇതേ സമയം ആ പൂച്ചയുടെ കഴുത്തിലെ ലെറ്ററിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ, സ്കൂൾ ഇപ്പോൾ അഗാത്തയുടെ കൺട്രോളിലായി, നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്നാണ് അതിൽ എഴുതിയിരുന്നത്. എന്നാൽ ഇതേ സമയം ഇവിടെ സ്കൂളിൽ അഗാത്ത അവളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആ വിസാർഡിനെ കാണിച്ചു. അത് നോക്കിയിട്ട് ആ വിസാർഡ് പറഞ്ഞു, ഇത് വെച്ച് നോക്കുമ്പോ നീയാണ് മൂത്തത്, നീ തന്നെയാണ് ഈ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ആവേണ്ടത്. പക്ഷെ നിന്നെ പോലെ അഹങ്കാരിയായി ഒരുത്തി ഇവിടെ ഹെഡ് മിസ്ട്രസ് ആയി ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞ് അയാൾ അവളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കത്തിച്ചു കളഞ്ഞു. ഇത് കണ്ട് ദേഷ്യം വന്ന അഗാത്ത സ്കൂളിലുണ്ടായിരുന്ന എല്ലാ ടീച്ചേഴ്സിനെയും വിളിച്ചു വരുത്തി ആ വിസാർഡിനെ വെറും ഒരു ബലൂണാക്കി മാറ്റി. സത്യത്തിൽ അഗാത്ത സ്കൂളിലെ ടീച്ചേഴ്സിനെ എല്ലാം ഭീഷണിപ്പെടുത്തി വെച്ചേക്കുവാണ്. അവൾ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പുറത്താകും. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവൾ എന്ത് പറഞ്ഞാലും ടീച്ചേഴ്സ് അനുസരിക്കുന്നത്. എന്നാൽ ഇതേ സമയം നായിക വീണ്ടും സ്കൂളിലേക്ക് എത്തി. അദൃശ്യമാകുന്ന ആ ഒരു സ്പെല്ല് യൂസ് ചെയ്ത് ആരും കാണാതെ അകത്തേക്ക് പോയി അവളുടെ കൂട്ടുകാരുടെ അടുത്തെത്തി. അപ്പോഴാണ് മോ കേക്കിൾസിനെ അടച്ചു വെച്ചേക്കുന്ന ആ ഒരു പിക്ചർ എടുത്തോണ്ട് വരുന്നത്. കറക്റ്റ് സമയത്താണ് അഗാത്തയുടെ അസിസ്റ്റന്റായ ആ ഒരു മന്ത്രവാദിനി അങ്ങോട്ടേക്ക് വരുന്നത്. നിങ്ങൾ ഈ പെയിന്റിംഗ് എടുത്ത് എങ്ങോട്ട് കൊണ്ടുപോകുക? എനിക്കറിയാം നിങ്ങൾ എല്ലാവരും കൂടി എന്താ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അത്രയും പറഞ്ഞ് അവരെ എല്ലാവരെയും കേക്കാക്കി മാറ്റി. എന്നാൽ നായിക ഇപ്പോഴും അദൃശ്യയായി നിൽക്കുന്നത് കൊണ്ട് അവളെ മാത്രം അവര് കണ്ടില്ല. എന്നാൽ അവരവിടുന്ന് പോയി കഴിഞ്ഞതും നായിക യൂസ് ചെയ്ത സ്പെല്ലിന്റെ പവർ പതിയെ കുറഞ്ഞ് അവൾ വീണ്ടും പഴയ പോലെ ആകാൻ തുടങ്ങി. കറക്റ്റ് സമയത്താണ് അവരുടെ ടീച്ചറായ മിസ് ഹാർഡ് അങ്ങോട്ടേക്ക് വരുന്നത്. അവളുടെ കൂട്ടുകാരെല്ലാം കേക്കായി മാറിയ കാര്യം അവൾ ടീച്ചേഴ്സിനോട് പറഞ്ഞു. അത് കേട്ടതും അവളുടെ ടീച്ചർ പറഞ്ഞു, നീ പോയി നിന്റെ കൂട്ടുകാരെ രക്ഷപ്പെടുത്ത്, ഞാൻ പോയി കേക്കിൾസിനെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കട്ടെ. അത്രയും പറഞ്ഞ് ടീച്ചർ അവരുടെ മാജിക് യൂസ് ചെയ്ത് ആ പെയിന്റിംഗിൽ ഉണ്ടായിരുന്ന കേക്കിൾസിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അഗാത്ത അത് കണ്ടോണ്ട് വരുന്നത്. അങ്ങനെ അഗാത്ത ടീച്ചറെയും ആ പെയിന്റിംഗിൽ അടച്ചു. എന്നാൽ ഇതേ സമയം കേക്കായി മാറിയ അവളുടെ ഫ്രണ്ട്സിനെ സ്കൂളിലെ സ്റ്റുഡൻസ് കഴിക്കാനായി വരുമ്പോഴാണ് കറക്റ്റ് സമയത്ത് നായിക അങ്ങോട്ടേക്ക് എത്തി അവളുടെ പവർ യൂസ് ചെയ്ത് 3 പേരെയും വീണ്ടും മനുഷ്യനാക്കി മാറ്റി. കറക്റ്റ് സമയത്താണ് അഗാത്ത അങ്ങോട്ടേക്ക് വരുന്നത്. എനിക്കറിയാം എങ്ങനെ പോയാലും ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും യൂണിയൻ അറിയും. അങ്ങനെ സംഭവിച്ചാൽ എനിക്കൊരിക്കലും ഈ സ്കൂളിന്റെ അധികാരം കിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടണ്ടെന്നും പറഞ്ഞ് അവളുടെ പവർ യൂസ് ചെയ്ത് അവൾ ആ സ്കൂൾ നശിപ്പിക്കാൻ തുടങ്ങി. അതോടെ സ്കൂൾ പതി ഇടിഞ്ഞു വീഴാൻ തുടങ്ങി. അതോടെ എല്ലാ സ്റ്റുഡൻസും ഓടി സ്കൂളിന് പുറത്തേക്ക് എത്തി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് നായിക പറയുന്നത്, നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഉറപ്പായും ഈ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാം. അത്രയും പറഞ്ഞ് സ്കൂളിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ച് കൈകോർത്ത് നിന്ന് മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. അതോടെ അവരുടെ പവറെല്ലാം കൂടെ ഒന്നു ചേർന്ന് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരുന്ന ആ ഒരു സ്കൂള് വീണ്ടും പഴയ പോലെയായി. അത് മാത്രവുമല്ല, കേക്കിൾസ്, അവരുടെ ടീച്ചർ, പിന്നെ വിസാർഡ്, ഇവരുടെ 3 പേരുടെ ശാപം മാറി അവര് വീണ്ടും മനുഷ്യരൂപത്തിലേക്കായി. അങ്ങനെ കേക്കിൾസും അവരുടെ ടീച്ചറും പിന്നെ വിസാർഡും കൂടി ചേർന്ന് അഗാത്തയും അവളുടെ സഹായിയെയും ഒരു ഫോട്ടോയാക്കി മാറ്റി ഫോട്ടോയ്ക്കുള്ളിൽ അടച്ചു വെച്ചു. അതോടെ അവരുടെ സ്കൂളിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടീച്ചർ വന്ന് നായികയോടും കൂട്ടുകാരോടും പറയുന്നത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നിങ്ങൾ നിങ്ങളുടെ ആദ്യ വർഷം കംപ്ലീറ്റ് ആക്കിയല്ലേ, ഇനി അടുത്ത വർഷമെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നിങ്ങൾ നോക്കണം. അത്രയും പറഞ്ഞ് ടീച്ചർ അവിടുന്ന് പോയി. ഇതെല്ലാം കേട്ടതും നായികയും കൂട്ടുകാരും സന്തോഷം കൊണ്ട് തുള്ളി ചാടാൻ തുടങ്ങി. അങ്ങനെ ഇത്രയും കാണിച്ചുകൊണ്ട് വേസ്റ്റ് വിച്ച് എന്ന സീരീസിന്റെ ഫസ്റ്റ് സീസൺ ഇവിടെ തീരുവാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നോക്കിയിട്ട് സെക്കൻഡ് സീസണും തേർഡ് സീസണും വേണോ എന്ന് തീരുമാനിക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.